our Nandu Brothers energetic class today. So let's begin the session with a prayer song. ജഗദീശ്വര അഖിലേശ്വര കരുണാമയ ജഗദീശ്വര അഖിലേശ്വര കരുണാമയ പരിപാലയ സകലേശ്വര നമോ നമഃ ജഗദീശ്വര കരുണാമയ മാരിവില്ലിൻ നിറം ചാർത്തും ശോഭയല്ലോ നീ മാനസത്തിൻ ഇരുളകറ്റും രശ്മിയും നീയേ മാരിവില്ലിൻ നിറം ചാർത്തും ശോഭയല്ലോ നീ എൻ മാനസത്തിൻ ഇരുളകറ്റും രശ്മിയും നീയേ താങ്ങു നൽകണമേ എന്നും കാത്തുകൊള്ളണമേ ജഗദീശ്വര കരുണാമയ Honorable Resource Person, Brother Nandu John, respected Principal Mr. Babu Koikara, lovable parents, and my dear colleagues. A very warm good morning to everyone. On behalf of St. John's Public School, I extend a warm welcome to each and every one of you gathered here today. We are delighted to have Brother Nandu John with us, and who will be taking a special entertaining class for parents. This initiative is a part of our ongoing efforts to engage with the parents and provide valuable insights and knowledge. I wholeheartedly welcome you, sir. Before we begin, I would like to acknowledge the presence of our principal, Mr. Babu Koikara, who is our guide and inspiration. Welcome you, sir. I also welcome and appreciate the active participation of parents in this class. And your participation in this class is a testament of your commitment to our children's growth and development. Warm welcome, dear parents. I also welcome my colleagues and students who all present here. Once again, a warm welcome to everyone. Let us make the most of this opportunity to learn and grow together. Thank you. Respected our Nandu brother, Nandu brother പറ്റി നിങ്ങളെ ഞാൻ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഓൾറെഡി 2-3 പ്രാവശ്യത്തിന് മൂന്നാമത്തെ പ്രാവശ്യം ആളെ എത്തുന്നത്. നമ്മളുടെ കുട്ടികളുടെയും ഈ പേരൻസിൻ്റെയൊക്കെ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഗ്യാപ്പ് നികത്തുക എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ഈ ഇത്തരം സെമിനാറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളൊക്കെ പണ്ട് കാലത്ത് പഠിച്ചിരുന്ന ആ കാലഘട്ടമല്ല ഇപ്പോൾ. കുട്ടികളുടെ ചിന്താഗതികൾ മാറിയിട്ടുണ്ട്, പേരൻസിൻ്റെ ചിന്താഗതികൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. കുട്ടികൾ ചിന്തിച്ചു പോകുന്ന തലങ്ങളിലേക്ക് എത്താനായിട്ട് പേരൻസ് സാധിക്കില്ല. പണ്ട് കാലങ്ങളിലൊക്കെ അത്ര നിവൃത്തി കെട്ടാൽ മാത്രമേ കുട്ടികളൊക്കെ നുണ പറയുള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എന്തിനും ഏതിനും അവരാദ്യം നുണ പറയും. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ തന്നെ ഉള്ള ഒരു കേസ് തന്നെയാണ്. കുട്ടി വിദേശത്തുള്ള അമ്മ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു,
ഇവിടെ ഒരു ദിവസം വരാവുന്നതിന്, അതായത് നമ്മുടെ ഒരു പരിപാടിക്ക് കുട്ടി വന്നില്ല, അതുകൊണ്ട് പിറ്റേ ദിവസം പ്രിൻസിപ്പൾ തല്ലിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ തല്ലേണ്ട ആവശ്യമുണ്ടോ? അവര് എന്തെങ്കിലും കാരണങ്ങളാലായിരിക്കും ലീവ് എടുക്കണം, അതിനൊക്കെ തല്ലേണ്ട ആവശ്യമുണ്ടോ? അവര് 3-4 ദിവസം കഴിഞ്ഞിട്ട്, ഒരാഴ്ചയോളം കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണയായിട്ട് ലീവ് എടുത്ത ഞാൻ തല്ലാറില്ല, ഞാൻ ആരും തല്ലാറില്ല. ലീവ് ലെറ്റർ ചോദിക്കും, ഡയറി ചോദിക്കും, ലീവ് ലെറ്റർ കൊണ്ടുവരാൻ പറയും, പിറ്റേ ദിവസം ലീവ് ലെറ്റർ പേരൻസ് എഴുതി കൊണ്ട്, ഇതൊക്കെയാണ് ഞാൻ പറയാറ്. തല്ലിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ തല്ലാറില്ല എന്ന് പറഞ്ഞു. ഇല്ല, അവനെ തല്ലിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് കുട്ടികളെ ഈ പ്രായത്തിലൊക്കെ തല്ലേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ചിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടിയെ വിളിച്ചു, ചോദിച്ചു. അപ്പൊ ഞാൻ മൂടുന്ന ഉണ പറഞ്ഞതാണ്, ഞാൻ ആ മൂടുന്ന ഉണ പറഞ്ഞതാ. അത് അമ്മ എന്തോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് പ്രിൻസിപ്പൾ എന്നെ തല്ലി, ഞാൻ ചെല്ലാഞ്ഞിട്ട് തല്ലിയെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അത് നമുക്ക് വിട്ടാൻ പറ്റില്ല. അപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടില് കുട്ടിയുടെ അച്ചാച്ചനുണ്ടായിരുന്നു, വരാൻ പറഞ്ഞു. മെഡിക്കൽ സ്കൂളിലേക്ക് തോന്നു. ഇവിടെ വന്നു. ഞാൻ അയാളുടെ അടുത്ത് കുട്ടിയെ കൊണ്ട്, കുട്ടി എന്നെ പറഞ്ഞു, ഞാൻ തവണ പറഞ്ഞാൽ മുഴക്ക് പറഞ്ഞു. എന്നെ തല്ലിയിട്ടില്ല തോന്നുന്നു. എന്നോട് ഡയറി കൊണ്ടുവരാൻ പറഞ്ഞു. ഡയറി എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഡയറിയിൽ സൈൻ ചെയ്യാൻ ചോദിച്ചപ്പോൾ ഡയറി ഇല്ല. അപ്പൊ ഡയറി ഇല്ലാത്ത കുട്ടികൾ എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ഒരു സെന്റൻസ് പറഞ്ഞു കൊടുത്തത്, ഇനി മേലാല് ഡയറി ഇല്ലാതെ സ്കൂളിൽ വരില്ല എന്ന് ഇമ്പോസിഷൻ 10 പ്രാവശ്യം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഡയറി ആയിട്ട് വരാൻ പറഞ്ഞു. ഇതാണ് ഞാൻ കൊടുത്ത ശിക്ഷ. ഡയറി ഇല്ലാതെ ഇനി മേലാൽ സ്കൂളിൽ വരില്ല എന്ന് 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തപ്പോൾ ഞാനത് എല്ലാ കുട്ടികളെ കൊണ്ടും പറയിപ്പിച്ചു. കാരണം ഞാൻ എഴുതിയല്ല കൊടുത്തത്. അപ്പൊ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ് അത് പോയി ആ ഇമ്പോസിഷൻ എഴുതിയാണ് എന്നെ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതല്ലാതൊരു ശിക്ഷ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ വീട്ടിൽ നിന്ന് പറഞ്ഞ കാര്യം അതാണ്. അപ്പോൾ ഇവിടെ നിന്നല്ല, വിദേശത്തുനിന്ന് പോലും കാര്യം ശരിയാണ്. അമ്മയെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ശരിയാണ്, ഒരു ദിവസം പോയില്ല എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ തല്ലേണ്ട ആവശ്യം, തല്ലിയെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ, പല കാര്യങ്ങളിലും നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്, കുട്ടികൾ അവരുടെ ചെറിയ ചെറിയ കുറച്ച് നിമിഷ നേരത്തെ അല്ലെങ്കിൽ ഒരു ചെറിയ അടിയോ വഴുക്കോ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ രക്ഷപ്പെടുന്നതാണ്. അവരെന്തെന്നാണ് നിങ്ങളോട് പറയും. അത് കേട്ട പാടെ നിങ്ങൾ അത് വിശ്വസിച്ചിട്ടാണ് പിന്നെ ഇമ്മീഡിയറ്റ് അതാണ് ശരി, അത് മാത്രമേ ശരി എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുക. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ പോളിസി ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ എപ്പോഴും ഇപ്പം ആരെ എന്തിനെ പറ്റി പറഞ്ഞാലും ഞാൻ നേരെ അതർ പാർട്ടിയുടെ അടുത്ത് ചെന്ന് നേരെ ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു സംഗതി കേട്ട, അതിൻ്റെ നിങ്ങളുടെ വേഷം പറയാൻ പറയും. എല്ലാവർക്കും അവരുടേതായ വേഷം ഉണ്ടാവുമല്ലോ. എൻ്റെ കുട്ടി പറയുമ്പോൾ എൻ്റെ കുട്ടിയുടെ വേർഷനാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ ഓപ്പോസിറ്റുള്ള ആൾ പറയുമ്പോഴോ മറു വേർഷൻ നമുക്കറിയാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിൽ എവിടെയൊക്കെയോ ഒരു പൊരുത്തക്കേട് എവിടെയോ വരുന്നുണ്ട്. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് ഇതിന്റെ കാര്യം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ വിളിച്ച് വരുത്തുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പറയുന്നത്. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചോദിച്ചോട്ടെ. 10ാം ക്ലാസ്സിൽ എത്ര പേരൻസിനകത്ത് ഇരുന്നുണ്ട്? ഒന്ന് കൈവട്ടോ. 10ാം ക്ലാസ്സിലെ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ? ആരുമില്ല. 9ാം ക്ലാസ് ഓക്കെ, 5 പേരുണ്ട്. 8ാം ക്ലാസ്. സത്യം പറഞ്ഞ ഇന്നത്തെ ഈ പ്രോഗ്രാം 8, 9, 10 ക്ലാസ്സിലെ പേരൻസിന് വേണ്ടി മാത്രം വെച്ചൊരു പ്രോഗ്രാമാണ്. എനിക്ക് വേണം, ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു. ആദ്യം കണ്ടിരുന്നില്ലേ? ഇന്ന് 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്കും പേരൻസിനും കൂടിയുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണെന്ന് ഞാൻ ആദ്യമേ മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു അത് മിക്കവാറും ഫെയിലാവും. LKG പോലുള്ള പേരൻസിനെ വിളിച്ചോ, അറ്റ്ലീസ്റ്റ് കുറച്ച് പേരൻസിനും കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 2ാമത് മെസ്സേജ് ഇട്ടത്, LKG മുതലുള്ള എല്ലാ പേരൻസും ഇതിന് വരണമെന്നുള്ളത്. നമുക്കറിയാം എത്രത്തോളം നമ്മുടെ സ്കൂളിലുള്ള പേരൻസിന് സ്ട്രെങ്ത് അറിയാം, പക്ഷെ എത്രത്തോളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടോയെന്ന് നമുക്കറിയാം. എങ്ങനെയായാലും നമ്മൾ എല്ലാവരോടും ചോദിച്ച കാരണങ്ങളുണ്ട് കേട്ടോ. എല്ലാവർക്കും കാരണം ഉണ്ടാവും. ഇന്ന് വരാതിരിക്കുന്ന എല്ലാവരോടും ചോദിച്ചാലും കാരണങ്ങളുണ്ടാവും, വ്യക്തമായ കാരണം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇന്ന് വരാതിരുന്നത്. നല്ലൊരു ശതമാനം, ഒരു 90% ഇന്ന് ഹോസ്പിറ്റൽ കേസായിരിക്കും. അതാണല്ലോ നമുക്ക് പറയാൻ പറ്റുന്നൊരു എക്സ്ക്യൂസ്, ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരുന്നത് തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ മക്കളെ പറ്റി കുറച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ
അവരെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തുകൊണ്ടാണ് അവർ പഠിക്കാത്തത്? ഇന്നിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയണത് അവർക്ക് സമയമില്ല എന്നായിരിക്കും. പഠിക്കാൻ സമയമില്ല. എന്താ സമയത്തിന് കുറവുള്ള? നിങ്ങൾ പഠിച്ച കാലഘട്ടങ്ങളിലേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കി, അതിലേക്ക് എത്രയോ സൗകര്യങ്ങളും എല്ലാം നിങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ആകെ കൂടെ ഒരു മുറിയുള്ള, അതിൽ തന്നെയാണ് കിടക്കലും, അതിൽ തന്നെ പഠിക്കലും, അതിൽ തന്നെ എല്ലാവരും കൂടി ഇതിനകത്ത് കിടക്കുന്ന സ്ഥലത്ത് കറണ്ട്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന വീട്ടിൽ കറണ്ടും കൂടി ഇല്ലാത്ത സാഹചര്യമാണ്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഇപ്പോ ഇവർക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് സമയമില്ല. പഠിക്കാൻ സമയമില്ല, എഴുതാൻ സമയമില്ല, വായിക്കാൻ സമയമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എവിടെയാണ്? അപ്പൊ നമ്മളും കൂടി ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് നന്ദപ്രദന്റെ ക്ലാസ് നിങ്ങൾ ഓൾറെഡി ഒരിക്കൽ അറ്റൻഡ് ചെയ്തതാണ്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നന്ദപ്രദനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ഞാൻ മൈക്ക് നന്ദപ്രദൻ തരികയാണ്. അപ്പൊ നിങ്ങൾക്കുള്ളതെല്ലാം പറയുന്നത് കേട്ടോ. മാതാപിതാക്കൾക്കുള്ളതാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ഇവർ വളരെ നന്നായിട്ട് കേൾക്കും. അതാണ് വേറൊരു കാര്യം. നമ്മളങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ട് അവർ നന്നായിട്ട് കേൾക്കും. എന്താണെങ്കിലും നിങ്ങളുടെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ടെങ്കിലും മാതാപിതാക്കളൊക്കെ വിളിക്കുമ്പോൾ ധാരാളം ജോലികളുണ്ട്. ഇതുമാത്രം ജോലികൾ അതിൻ്റെ ഇടയിൽ തിരക്കി വിളിച്ച് ഇങ്ങനെ വരാനായിട്ട് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നു. എങ്കിലും വളരെ ത്യാഗെടുത്താണെന്ന് വന്നിരിക്കുന്നത് എനിക്കറിയാം. ഒരു ക്ലാസ് 4 ക്ലാസ് എടുത്താലും എന്തെങ്കിലും ഉപകാരപ്പെട്ട ഒരു ആശയമെങ്കിലും കിട്ടും. വേറെ നമുക്ക് പൈസയായിട്ടോ സ്വർണ്ണമായിട്ടോ ഒക്കെ എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ആശയങ്ങളാണ് വലിയ കാര്യം കേട്ടോ. നല്ല നല്ല ആശയങ്ങൾ. ഇപ്പോഴും ആശയങ്ങൾ ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ മലയാളികൾക്ക് ആമാശയമാണ് കൂടുതലും. ആമാശയമാണ് മലയാളികളുടെ വലുതായി വരുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടി കാലത്ത് ഓടുന്നു, ചാടുന്നു ഒക്കെയാണ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ ആശയങ്ങളാണ് നമുക്ക് വേണ്ടത്. നല്ല നല്ല ആശയങ്ങൾ കിട്ടണം. നല്ല ആശയങ്ങൾ കിട്ടിയതിലൂടെ നല്ല ആശയം കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ ആർക്കാ വായിക്കാൻ നേരം? പിന്നെ മൊബൈൽ വല്ലതും കിട്ടിയാൽ നമ്മൾ ചാടി പിടിക്കുന്നുള്ളൂ. ഏതിലാണെങ്കിലും നല്ല ആശയങ്ങൾ പുസ്തകങ്ങളിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ള ആളുകളിലൂടെ ഒക്കെ നമുക്ക് ധാരാളം ആശയങ്ങൾ കിട്ടും. ഈ ആശയങ്ങൾ ശേഖരിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കുട്ടികളൊക്കെ ചിലരൊക്കെ പൈസ കിട്ടിയാൽ ചില ടിന്നിലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. നിങ്ങൾ വെക്കാറുണ്ടോ അങ്ങനെ ടിന്നിൽ? പൈസ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? വെച്ചിട്ടുണ്ടോ? ചുമ്മാ പറയുന്നതാണെന്ന് തോന്നുന്നു. വെച്ചിട്ടുണ്ടോ? നീ വെച്ചിട്ടുണ്ടോ? ഇല്ല, വെച്ചിട്ടില്ലേ. അപ്പൊ പൈസ കിട്ടിയ ആളുകളൊക്കെ സൂക്ഷിച്ചു വയ്ക്കും. അമ്മമാര് ചില സ്ഥലത്തൊക്കെ കുറി കൂടും അല്ലേ, സ്വർണം വാങ്ങിക്കാനുള്ളതൊക്കെ അവരിങ്ങനെ കുറുമ്പനിമണി ശേഖരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും. ചിലത് ഭർത്താവ് അറിയാതെ ചെയ്യും. ആ ചിരിയുടെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഇങ്ങനെ ഈ പണം സൂക്ഷിക്കാനും അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഒക്കെ തത്രപ്പെടുന്നവരാണ് നമ്മുടെ ചുറ്റിലും കാണുന്നത്. എന്താണെങ്കിലും ആശയങ്ങൾ ഇങ്ങനെ പെറുക്കി സ്വീകരിക്കുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആശയങ്ങൾ ഇങ്ങനെ കുറെ കിട്ടിയാൽ കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ വലിയ പണക്കാരാവും. ആശയങ്ങളുടെ സമ്പത്ത്, അതാണ് ഞാൻ പറയുന്നല്ലോ. അതിങ്ങനെ ധാരാളം നമ്മൾക്ക് കിട്ടുന്നതോറും അത് മറ്റുള്ളവർക്ക് ഇങ്ങനെ പങ്കുവെക്കാൻ പറ്റും. നമ്മളുടെ ജീവിതം മെച്ചപ്പെടും, കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടും, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതം മെച്ചപ്പെടും. ഇവിടെ ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ആശയങ്ങളെ വിത്തുകളായിട്ടാണ് പറയാ, സീഡായിട്ടാണ് പറയാ. സീഡ്, വിത്തുകളാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല നല്ല ആശയങ്ങൾ. നല്ല ആശയങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആ ആശയങ്ങളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും. അത്തരത്തിൽ നമ്മുടെ ജീവിതം പരുവപ്പെടും. ധാരാളം ആളുകളുടെ മനസ്സിൽ ആശയങ്ങളൊന്നുമില്ല. സിനിമയിൽ നിന്ന് കിട്ടുന്ന ആശയം എന്ന ധാരാളം സിനിമകൾ തെറ്റായ മെസ്സേജാണ് നൽകുന്നത്. നമ്മളെ ഉപദ്രവിക്കുന്നവരെ തിരിച്ചു തരുന്നവരും നമ്മുടെ പെൺമക്കളെ ഉപദ്രവിച്ചവരെ ചുട്ടും കരിക്കുന്നതും അപ്പോഴൊരു സംതൃപ്തി. അപ്പോൾ അത് കണ്ടുപോകുന്ന ആളുകൾക്ക് നല്ല മെസ്സേജ് കിട്ടിയേ അല്ലേ? നല്ല മെസ്സേജല്ലേ കിട്ടിയേ? അങ്ങനത്തെ ആശയങ്ങൾ കൂടുന്തോറും നമ്മൾ പൊട്ട ആളുകളായിട്ട് മാറും. എന്നാൽ നായകൻ വെടിയേറ്റ് മരിച്ചു, നായകന്റെ ഭാര്യ ക്ഷമിക്കുന്നു, അങ്ങനെ ഒരു മെസ്സേജ് സിനിമ ആരെങ്കിലും കാണാൻ പോവോ? ഇല്ല. പിന്നെയോ നായകന്റെ ഭാര്യയെ കരാട്ടെ പഠിച്ച് അവൾ ബ്ലാക്ക് ബെൽറ്റ് നേടി എല്ലാവരും ഇട്ടിച്ച് ചമ്മന്തിയാക്കി കാണുന്നത് തന്നെയാണ്. അത് കണ്ടിറങ്ങുന്ന ഭാര്യമാർ വിപ്ലവം ഉണ്ടാക്കും വീട്ടിൽ.
അല്ലേ? അപ്പൊ കിട്ടുന്ന ആശയങ്ങൾ മുഴുവൻ അത്ര നല്ലതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നല്ല ആശയങ്ങളാണ് നമുക്ക് വേണ്ടത്. ആശയങ്ങൾ ഇങ്ങനെ എന്തുമാത്രം കൂടുതൽ കിട്ടുന്നോ അതോടൊപ്പം നമ്മുടെ വ്യക്തിത്വം വളരെ മനോഹരമായിട്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഇതിന് നല്ല ആശയങ്ങളുണ്ട്, അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. നല്ല ആശയങ്ങളാണ് സ്വീകരിക്കേണ്ടത്. സോക്രട്ടീസ് പറഞ്ഞിരിക്കുന്ന ആശയങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം മഹത് വ്യക്തികൾ പറയുന്ന ആശയങ്ങൾ ഈ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകത്തിൽ നോക്കി അറിയാം. നല്ല ആശയങ്ങൾ, നല്ല നല്ല ആശയങ്ങളുണ്ട്. പക്ഷെ കുട്ടികൾ അത് എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ? മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അത് വിട്ടുകളഞ്ഞു. പക്ഷെ ചില ആളുകൾ അതൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കും, അവരതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. അവരാണ് സമൂഹത്തിലെ നല്ല വ്യക്തികളായിട്ട് മാറും. നമ്മളെല്ലാവരും ഓരോ വീട്ടിൽ നിന്നാണ് വരുന്നത്. ഞാനാണെങ്കിൽ ചാലക്കുടിയിൽ നിന്നും 15 കിലോമീറ്റർ അകലെ പുളിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത്, കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ് പുളിങ്കര എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? എന്ന് കേട്ടോളൂ. കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ്. ഞാൻ പറയും ചാലക്കുടിയാണ് കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലം. നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അങ്ങനെ വേണം. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എങ്ങനെയെങ്കിലും ദൈവമേ ഇവിടുന്ന് സ്ഥലം വിട്ട് പോയാൽ മതി, ഈ പിശാചുക്കളുടെ ഇടയിൽ നിന്ന് അങ്ങനത്തെ ചിന്ത വരരുത്. കുട്ടികളവിടെ ഇരുന്നോട്ടെ കേട്ടോ, അവര് ശബ്ദം ഉണ്ടാക്കിക്കോട്ടെ, കുഴപ്പമില്ല. അമ്മ അങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നോ? കുഞ്ഞുങ്ങളല്ലേ, അവര് പല ശബ്ദമൊക്കെ ഉണ്ടാക്കും അല്ലേ? കുഴപ്പമില്ല കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞേ പോയതോ എന്താ പറഞ്ഞ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഏറ്റവും നല്ല ആളുകളാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ദൈവമേ ആ തള്ള തന്നെ അതിന്റെ തലയിൽ വല്ല തേങ്ങ വീട് ചത്ത അത്രയും സമാധാനമായി. പല ആളുകൾക്ക് അവരുടെ വീടിനെ കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചും നല്ല അഭിപ്രായമല്ല അല്ലെ? നല്ല അഭിപ്രായമല്ല. രണ്ടുപേര് കാശിക്ക് പോയ കഥ കേട്ടിട്ടുണ്ടോ? രണ്ടുപേര് കാശിക്ക് പോയി. അങ്ങനെ കാശിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രണ്ടുപേരോടും ചോദിച്ചു, എങ്ങനെയുണ്ട് കാശി? ഒന്നാമത് പറഞ്ഞു, ബെസ്റ്റ് പ്ലേസ് ആണ്, ഞാൻ ഇനി സമയം കിട്ടി അടുത്ത പ്രാവശ്യം പറഞ്ഞ എനിക്ക് കാശിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അയാളുടെ കൂടിയായിരുന്നു മറ്റാളും. കൂട്ടുകാരനോട് ചോദിച്ചു, കാശി എങ്ങനെയുണ്ട്? ഇത്ര വൃത്തികെട്ട ആളുകൾ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ കാശിക്ക് വരില്ല, എന്റെ നാട്ടുകാരെ പോലെ തന്നെയാണ് അവിടെ ഉള്ളവർ. അപ്പൊ എന്താ കാര്യം? ഇയാൾക്ക് ആരെയും സ്നേഹിക്കാനോ സ്വീകരിക്കാനോ പറ്റുന്നില്ല. രണ്ടാൾക്കും ഒരേ അനുഭവങ്ങളിലൂടെ പോയി. ഒരാൾ ആ നാട്ടിലെ ആളുകളൊക്കെ സ്വീകരിക്കുന്നു, ഒരാൾ മറ്റുള്ളവരെയൊക്കെ തിരസ്കരിക്കുന്നു. നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടും? ഇതിൽ ആദ്യത്തെ ആളെ പോലെയോ രണ്ടാമത്തെ ആളെ പോലെയോ? കേൾക്കുന്നില്ല, കമ്പിളി പുതപ്പ് അല്ലെ? കേട്ടിട്ടില്ലേ? അത് തന്നെ. ഇതാണ് ആദ്യം തിരുത്തണ്ടേ. നമുക്ക് ഈശ്വരൻ നൽകിയതൊക്കെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുക. നമ്മുടെ വീട്, ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു ഭാര്യയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാ തന്നെയാന്ന് വിചാരിക്കുന്നു അല്ലെ? ഒരു ഭാര്യ, ഒരു ഭർത്താവ് അല്ലെ? കുഞ്ഞുങ്ങൾക്ക് 2 മക്കളുണ്ട്. ദർശനമൊക്കെ മരിച്ചുപോയി. അങ്ങനെ ഞങ്ങൾ 4 പേര് മാത്രമല്ല. എൻ്റെ ഒരു സ്നേഹിതൻ 6 വർഷമായിട്ട് എൻ്റെ വീട്ടിലുണ്ട്. അവൻ വീടൊന്നുമില്ല. പിന്നെ ഒരു അപ്പച്ചനെ ഞാൻ നോക്കുന്നുണ്ട്. ആളെൻ്റെ വീട്ടിൽ താമസിക്കുന്നില്ല, എന്നാലും ഇടയ്ക്ക് എൻ്റെ വീട്ടിലായിരിക്കും. അങ്ങനെയുണ്ട്. പിന്നെ എൻ്റെ വീടിന്റെ മുൻവശത്തെ റോഹിത് ചേട്ടനൊക്കെ അമേരിക്കയിൽ പോയി. അവരുടെ മകന്റെ വിസ ശരിയായില്ല. അപ്പൊ അവൻ എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ കണ്ടോ, ആൾക്കാരുണ്ട്. നാളെ എനിക്ക് ഒരു പെൺകുട്ടി, അവൾക്കാണെങ്കിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണം. കാരണം കാലത്ത് ഭക്ഷണം കഴിച്ച് അവൾ സ്കൂളിൽ പോവാതെ, കാലത്ത് കഴിക്കാതെ ഇരുന്ന് അവൾക്ക് അൾസർ എന്നുണ്ടായി. അപ്പൊ ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ഞാൻ കുഞ്ഞിനോട് അമ്മയോടും പറഞ്ഞു, ഞാൻ നിന്റെ രാജഗിരി കൊണ്ടുപോകാം, നല്ല തലയ്ക്ക് വെളിവുള്ള ആൾക്കാർ അവിടെ ഉണ്ട്, നമുക്ക് അവിടെ കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, പൈസ സെക്കൻഡറിയാണ്, നിങ്ങൾ ആദ്യം വരൂ. അവര് വന്ന് അവരെ ഞാൻ കൊണ്ട് കാണിച്ചു. അപ്പൊ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, മരുന്ന് കൊടുക്കാറായിട്ടില്ല, പിന്നെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു മേജറായിട്ടുള്ള ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു, തിങ്കളാഴ്ച വരണം എന്ന് പറഞ്ഞു. അപ്പൊ നാളെ അവരും വരും. ആ പെൺകുട്ടി അവളുടെ അമ്മയും നാളെ വരും. നാളെ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്ത് നാളെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അവളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്തോരം ആളുകളാണോ ഞാൻ പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് തോന്നല്ലേ ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖല്യാന്ന് തോന്നല്ലേ? അത് തന്നെയാണ് എന്റെ പ്രധാനപ്പെട്ട പണി. അപ്പൊ നമുക്ക് ഈശ്വരൻ നൽകിയ ആളുകളെയൊക്കെ ഒരു പരാതി കൂടാതെ നമ്മൾ സ്നേഹിക്കാനും സ്വീകരിക്കാനും പഠിക്കണം. അതിൽ ആദ്യത്തെ പടിയാണെന്നത് നമ്മളുടെ വീട്, നമ്മുടെ ചുറ്റുപാടുകൾക്ക് നല്ല സ്നേഹമുള്ള മനുഷ്യർ ആയിരിക്കുന്നില്ല, പക്ഷെ നമ്മൾ അങ്ങനെ സ്വീകരിക്കാവും. തെക്കേലേക്ക് നോക്കിയിട്ട് വടക്കേലേക്ക് നോക്കി ചത്തൂടെ ഈ പിശാചുകൾക്ക് എന്നൊക്കെ തോന്നാറില്ലേ? ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് പാടില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വീട്, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയട്ടെ. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ കിട്ടുന്ന അവരെ പറ്റിയല്ല. അവരൊക്കെ രൂപപ്പെടുത്തി എടുക്കാവുന്നുള്ളൂ. നമ്മളെ ശരിയാക്കാൻ വിഷമം. അതുകൊണ്ട് ആദ്യം നമ്മളിലേക്ക് തന്നെ വിരല് ചൂണ്ടാം അല്ലേ? ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരലല്ലേ നമ്മുടെ നെഞ്ചത്തേക്ക്. അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചാലോ പിന്നെ ഇങ്ങനെ ചൂണ്ടുള്ളൂ. നിങ്ങളെ ഇങ്ങനെ പടക്കൂലേ?
ഇങ്ങനെ പഠിച്ച ആളുകൾ ഇപ്പൊ ഇത് കേട്ടോട് കൂടി ഇങ്ങനെ പറയും. ചില ഞാൻ 2 കൈ കൊണ്ട് വേണ്ടി പറഞ്ഞു കേൾക്കാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങൾ ഏറ്റവും ഇന്നർ കോറിലുള്ളതാണ് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധം, നമ്മുടെ മാതാപിതാക്കളായിട്ടുള്ള ബന്ധം, നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടുള്ള ബന്ധം. അതൊക്കെ ആ ഇന്നർ കോറിൽ, ആ ഇന്നർ സർക്കിളിൽ പെടുന്ന ആളുകളാണ്. അവരോട് നല്ല ബന്ധം ഉണ്ടായിരിക്കണം, നല്ല ബന്ധം. ഇപ്പൊ ഏറ്റവും ആദ്യം നമുക്കിത് നോക്കാം. ഇപ്പൊ ഫോണിലൊന്നും നോക്കണ്ട കേട്ടോ, ഇപ്പൊ ഫോണിലൊന്നും നോക്കണ്ട. ഇന്നർ കോറിലുള്ള വേറെ വല്ല ബന്ധങ്ങളുണ്ടോ എന്നൊന്നും ഇപ്പൊ നോക്കണ്ട കേട്ടോ. ഇപ്പൊ ഇത് മാത്രം നോക്കിയാൽ മതി. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പക്ഷെ ആ മൈക്ക് സ്പീക്കർ ഇങ്ങനെ ഹൗൾ ചെയ്യുന്നു കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞേ പോയത്? ബന്ധങ്ങൾ കേട്ടോ. കുട്ടീനെ ശ്രദ്ധിക്കാതെ ഇപ്പൊ കണ്ടോ, ആശയം മനസ്സിൽ പതിയുന്നുണ്ടോ? അതെ, അവരവിടെ ഇരുന്നോട്ടെ കേട്ടോ. ചോക്ലേറ്റ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? ചോക്ലേറ്റ്, ഏത് ചോക്ലേറ്റ് ഇഷ്ടം? ചോക്ലേറ്റ് ഇഷ്ടം? പിന്നെ ചോക്ലേറ്റ് ഇഷ്ടമാണോ? ഇഷ്ടമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആ പോകും വഴി അമ്മോട് പറഞ്ഞാൽ മതി ചോക്ലേറ്റ് മേടിക്കാൻ. അവൾക്ക് ഇഷ്ടമില്ല, കൊച്ചു മാത്രം മേടിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഇഷ്ടമാണോ കുറേശ്ശെ? അപ്പൊ കുറേശ്ശെ ഇഷ്ടമാണ്. മേടിച്ചു കൊടുത്തു അപ്പൊ അറിയാം ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നുള്ളത്. അപ്പോ ആ ബന്ധങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബന്ധങ്ങളെ തകർക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊരെണ്ണം ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു വരുമ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ആശയം കിട്ടി. 2 ദിവസമായിട്ട് ഞാൻ എന്റെ മനസ്സിൽ ഇത് ഇങ്ങനെ രൂപപ്പെടാറുണ്ട്. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ ക്ലാസ് രൂപപ്പെടുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, മനസ്സിലിങ്ങനെ എന്തായിരിക്കണം അവിടെ വരുമ്പോൾ പറയേണ്ടത്. അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ ഈ കിണറിൽ നിന്ന് ഉറവ വരുന്ന പോലെ ഓരോന്നും ഇങ്ങനെ ഊറി ഇങ്ങനെ വരും. അതിങ്ങനെ ഒരാശയം കിട്ടിയാൽ സൂക്ഷിച്ചു വയ്ക്കും. പിന്നെ എൻ്റെ മുകളിൽ കൂടെ ഒരെണ്ണം കിട്ടി അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. ഈ എന്താ കോയിൻ ശേഖരിക്കണോടെ അങ്ങനെ ശേഖരിച്ചത് വലുതായിട്ട് മാറും. അങ്ങനെയാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്. അപ്പൊ അതിലൊരു കാര്യം ഞാൻ പറയാം. ഭാര്യയ്ക്കും ഭർത്താവിന് ഭയങ്കര സംശയമുള്ളൊരു വീടാന്ന് വിചാരിക്കുക. സംശയം. ആ വീടിന്റെ പേരാണ് നരകം. ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ ആ വീടാണ്. നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടാവും അങ്ങനത്തെ? ഇല്ല, കുട്ടികൾ പറയണ്ട, ഇവരൊക്കെ ഉറങ്ങി, അത് കാരണം മനസ്സിലാവാത്ത. ബാക്കി നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോ ഈ സംശയം ഒന്നും ആകെ കുഴപ്പമാണ്. ഞാനിവിടെ ഒരു സ്ഥലത്ത് ഒരു വിദ്യാലയത്തിൽ പോയി. അപ്പൊ അവിടെ ഇങ്ങനെ ഉച്ച സമയത്ത് ഞാൻ ഒരു കുഞ്ഞ്, ഇവിടെ പല്ലൊന്നുമില്ല, അത് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സമാധാനം ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. ഒരു പെൺകുട്ടി ഈ പല്ലൊക്കെ പോയൊരു കുഞ്ഞാണ് പറയുന്നത് സമാധാനം ഇല്ല. അപ്പൊ അവിടെ ഒരു കുഞ്ഞ് കസേര, ഇതിന്റെയൊക്കെ ചെറിയൊരു കസേര ഇല്ലേ, ആ കസേരയിൽ ആ കുഞ്ഞിനെ ഇരുത്തി. ആ സ്കൂളിന്റെ സ്റ്റെപ്പിൽ ഞാനിരുന്നു. എന്റെ പൊക്കത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റെപ്പിൽ ഇരുന്നു. എന്താ സമാധാനം ഇല്ലാത്തത്? അപ്പൊ എന്നോട് പറഞ്ഞു സമാധാനം ഇല്ലാത്ത എന്താന്നോ, എന്റെ പപ്പ വീട്ടിൽ വന്ന ഒരു ആന്റീനെ എപ്പോഴും ഫോൺ ചെയ്താ പിന്നെ വീട്ടിൽ തല്ല. കുട്ടിക്ക് അത്രയും പറയാൻ അറിയുള്ളൂ. ബാക്കി നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അത് തന്നെ. അപ്പൊ അവിടെ സമാധാനം ഇല്ലാത്തതിന്റെ കാരണം എന്താ? സംശയങ്ങളാണ്. സംശയങ്ങൾ. ഒരുപക്ഷെ ഈ സംശയിക്കുന്നത് ശരിയായ സംശയമായിരിക്കാം, ചിലപ്പോ വെറും സംശയമായിരിക്കാം, ചിലപ്പോ വളരെ ശ്രദ്ധിക്കണേ രോഗമായിട്ടുള്ള സംശയം ഉണ്ടാവും. രോഗമായിട്ടുള്ള സംശയം അത് ചിന്തിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒന്നും വിടരുത്. ഞാൻ പറയുന്നത് ഇപ്പൊ വീടിന്റെ അടുക്കളയുടെ വാതിൽ അടച്ചോ ഒന്നും ഓർക്കണ്ട, ഇത് മാത്രം ഓർക്കാവും. ഞാനിങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും മുൻവശത്ത് ഇരിക്കുന്നത് മുടി നാരച്ച് പഞ്ഞി ബദാമര പോകുന്നത് പോലെ ഒരു അമ്മച്ചിരിക്കുക. ആ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഈ അമ്മയുടെ തലയിൽ ഇങ്ങനെ തൊട്ടു. അങ്ങനെ ഇന്റർവെൽ സമയത്ത് ഈ അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഏടാ ക്ലാസ് എടുക്കുമ്പോ എന്നെ തൊടരുതിട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പാപ്പനുണ്ട്, ആൾക്ക് ഭയങ്കര സംശയമുള്ള ആളാണ്. എന്റെ ദൈവമേ. അപ്പൊ നോക്കി അമ്മച്ചി തന്നെ 70-75 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അപ്പച്ചനോ സെഞ്ചുറിക്കാറായ ആളായി. ഇപ്പോഴെന്ത് മാറിയിട്ടില്ല? പറഞ്ഞോളൂ. സംശയം. ഈ സംശയം ഇത് രോഗമാണ്, രോഗം. ഇയാളെ സൈക്കാട്രിക് വിഭാഗത്തിൽ ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുത്താൽ തീരാവുന്നുള്ളൂ. രോഗമായിട്ടുള്ള സംശയം. ചിലത് രോഗമല്ല, ചില സംശയം ഞാൻ പറയാം. ഇവിടെ നല്ല 3-4 അപ്പച്ചന്മാരെ വന്നിട്ടുള്ളൂ, കണ്ടിട്ട് നല്ല മാന്യന്മാരായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരപ്പച്ചൻ ആൾക്ക് ഫോൺ വരുമ്പോ എപ്പോഴും വീടിന്റെ വടക്കേ സൈഡിലേക്ക് ഇത്തിരി ഉയർന്ന പ്രദേശം കയറിപ്പോവും. ചേച്ചി ഇവിടെ നിന്ന് അപ്പൊ വാസേട്ട അവിടെ നിന്ന് റേഞ്ച് ഇല്ല. ആ റേഞ്ച് തല്ലുള്ള ആളുടെ റേഞ്ച്, ചില അങ്ങനത്തെ ഉള്ള റേഞ്ചുകൾ പിടിക്കുന്ന ആളുകൾ അത് ശരിക്കും സംശയം ഉണ്ടാക്കുന്നതാണ്. എന്റെ ഫോണിന്റെ ലോക്ക് 9744 9744. ആരാന്ന് തന്നെ കാര്യമായിട്ട് എന്താ
അവരിലോട്ടെ എൻ്റെ ഫോണിൻ്റെ ലോക്ക് തുറന്നു നോക്കേ, ഞാൻ ആരെ വിളിച്ചു നോക്കേ, ഞാൻ അതിൽ ഏതൊക്കെ വീഡിയോ കണ്ടോ നോക്കോ, ആരും വേണമെങ്കിലും കണ്ടോ, എനിക്ക് ഒരു പ്രശ്നമില്ല. ചിലര് ലോക്ക് നൂലപ്പല്ലേ, നൂലപ്പം അതുപോലത്തെ ലോക്ക, അത് കാലുകൊണ്ട് എന്നിട്ട് ഇതിന്റെ ഇത്ര രഹസ്യങ്ങള്. അപ്പൊ കുടുംബജീവിതമായാൽ ഇങ്ങനത്തെ രഹസ്യങ്ങളൊന്നും പറ. ഇനി കുട്ടികളൊക്കെ കേട്ടത് കണ്ടില്ലേ, ലോക്കൊന്നും ഇടാൻ പാടില്ല പോകുന്നത്, അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് വീഡിയോ ഗെയിം കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ലോക്ക് ഇട്ട് വയ്ക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു ക്ലാസ് ഞാനിങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ പരത് ഏതൊരു വിഷയത്തെ കുറിച്ച് എനിക്ക് പഠിക്കാൻ വേണ്ടി നോക്കായിരുന്നു. അപ്പൊ ഞാൻ കമ്പ്യൂട്ടറിന്റെ അടുത്ത് അറിയിരിക്കാല്ലേ, ഫോണിൽ തന്നെ നമുക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഈ കമ്പ്യൂട്ടർ കുറെ നാളായല്ലോ ഉപയോഗിച്ചിട്ട്. അപ്പൊ അതിപ്പോ കുട്ടി മാത്രം നോക്കണോ പഠിക്കാൻ വേണ്ടിയിട്ട്, സൈലത്തിന്റെ ചില ട്യൂഷനൊക്കെ. അപ്പൊ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യണം. ഞാൻ പാസ്വേഡ് പാസ്വേഡ് അപ്പൊ അവിടുന്ന് പറഞ്ഞു തരില്ല. എന്റെ പൊന്നെ, കുട്ടിക്കല്ല എനിക്കാണ്. പാസ്വേഡ് പറഞ്ഞു തരില്ല. എന്നാ പറഞ്ഞു തരില്ല എന്നാണ് പാസ്വേഡ് പറഞ്ഞു തരില്ല എന്നുള്ളതാണ്. അപ്പൊ മോനെപ്പോഴും ചോദിക്കാറുണ്ട്, അമ്മ പാസ്വേഡ് പറഞ്ഞ. അപ്പൊ അവള് പറഞ്ഞു തരില്ല. അപ്പൊ പറഞ്ഞു തരില്ല എന്ന് അടിച്ചപ്പോ കമ്പ്യൂട്ടർ തുറന്നു. ഓരോ നമ്പറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഐ ഡി കിട്ടില്ലേ? ആ പാസ്വേഡ് ഐ ഡി കിട്ടും. ഐഡിയ ഓരോ ഐ ഡി കിട്ടുന്നത് ഈ വിക്രമമാരൊക്കെ ഇത് കേട്ടോ. പറഞ്ഞു തരില്ല എന്നുള്ള പാസ്വേഡ് ഉണ്ടല്ലേ. അപ്പൊ എന്താണെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഈ സംശയ മനസ്ഥിതി എന്തോരം പ്രശ്നം ഉണ്ടാക്കുന്ന പറയുമോ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തോടനുബന്ധിച്ച് ഒരു അനാഥശാല ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി. അപ്പൊ ഞാൻ ഈ കുഷ്ഠരോഗികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കൈവിരലെല്ലാം മുറിഞ്ഞു പോയ കുഷ്ഠരോഗികൾക്ക് എല്ലാ ദിവസവും ഈ ഡിവൈനിൽ നിന്ന് ആഹാരം കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാനും പോവാറുണ്ട് ഈ ആഹാരം കൊടുക്കാൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി. ഈ കൊരട്ടി ഭാഗത്ത് തിരുമുടിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഉണ്ടല്ലോ മുളയം ഭാഗത്തല്ലേ കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകൾ. കുഷ്ഠമെല്ലാം മാറിയതാണ്, വിരലെല്ലാം മുറിഞ്ഞു പോയ ആളുകളെ ഈ മുളയം ഭാഗത്ത് കാണാം. ഒരു നാളിങ്ങനെ കുഷ്ഠരോഗികളൊക്കെ ഭയങ്കരമായിരുന്നു. ഇപ്പൊ കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് ഗവൺമെന്റ് പറയണേ. പക്ഷെ അത്രയോട് ശരിയല്ല. പലപ്പോഴും പല സ്ഥലങ്ങളിൽ കുഷ്ഠരോഗികളെ കണ്ടെത്താറുണ്ട്. അപ്പോ ഈ ഭക്ഷണം തന്നെ എടുത്തു കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി എന്നോട് പറയാറുണ്ട്, സാറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, എന്റെ കല്യാണം കഴിയാന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അവളെ പറ്റി ഓർക്കാറുണ്ട്. എന്താണെങ്കിലും ഒരു ദിവസം അവളുടെ കല്യാണത്തിന്റെ കുറി എനിക്ക് കൊണ്ടുവന്നു. കല്യാണത്തിന് വരുമെന്ന് ചോദിച്ചു. സാധു പെൺകുട്ടി. ഞാൻ പറഞ്ഞു കല്യാണത്തിന് വരും എന്നാന്ന് ചോദിച്ചു. ഒരു ഞായറാഴ്ച. ദൈവമേ, ഞാൻ ഡയറി നോക്കിയപ്പോൾ ഞായറാഴ്ച ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ പക്ഷെ വാക്ക് പറഞ്ഞാൽ ചെല്ലാമെന്ന്. ഇവിടെ ഞാൻ രാവിലെ തന്നെ പോയി. രാവിലെ 7 മണിക്ക് അവളുടെ വീട്ടിൽ ചെന്നു. ആരെങ്കിലും ചെയ്യും തലയ്ക്ക് പ്രാർത്ഥന. രാവിലെ 7 മണിക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, അവള് കല്യാണത്തിന് ഈ ശാന്തം ചായ ഇടാനുള്ള കുട്ടി ഇടാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണ് അവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അവളെന്നോട് ചോദിച്ചു, ഇത്രയും രാവിലെ വന്നോ? ഞാനൊരു സാരി എന്താ മേടിച്ചിട്ടുണ്ടായി, ഞാൻ അവൾക്ക് കൊടുത്തു. ഞാൻ ചോദിച്ചു, അമ്മ എവിടെയാന്ന് ചോദിച്ചു. അമ്മ കിടക്കാന്ന് പറഞ്ഞു. ഈ അമ്മ ഈ കല്യാണ ദിവസം കിടക്കാണോ? അപ്പൊ അമ്മയുടെ മുറി കാണിച്ചത്. ഞാൻ ചെന്നപ്പോ അമ്മ നല്ല സാരി ഒക്കെ എടുത്ത് കിടക്കാം. ഞാൻ ചെന്താ കിടക്കുന്നേ? അപ്പൊ എന്നോട് ചോദിച്ചു, നന്ദപ്രകറാണോ അല്ലേ? മരുന്ന് പറഞ്ഞു. പക്ഷെ ഇത്ര രാവിലെ മരുന്ന് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, എന്താ കിടക്കുന്നത്? അപ്പൊ മോളൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പച്ചനെവിടെ പോയി? അദ്ദേഹം ചെയ്യില്ല, ആത്മവാസം ചെയ്യില്ല. അപ്പൊ എന്ത് പറ്റി? അവർക്ക് ഭയങ്കര സംശയമായിരുന്നു. വീടിന്റെ 4 വശത്തും പട്ടിനെ കെട്ടിയിട്ടേക്കാം. ഇയാൾ ജോലിക്ക് പോകും, ഭാര്യയുടെ അടുത്ത് ആരൊക്കെ വരുന്ന സംശയം. അതൊക്കെ രോഗമാണ്. എന്നിട്ടോ പണ്ട് രാവിലെ തന്നെ അദ്ദേഹം റേഡിയോ ഓൺ ചെയ്ത് വെച്ച് വെട്ടുകത്തി എടുത്ത് ഭാര്യനെ വീട്ടിൽ നോക്കി. അന്ന് ആ സ്ത്രീ തല വെക്കുന്ന സ്ഥാനത്ത് കാലിന്റെ സ്ഥാനത്ത് തലയുടെ തല തിരിഞ്ഞു കിടക്കും. അത് വാക്യം തലയുടെ ഭാഗത്ത് വിട്ടത് മുഴുവൻ ഈ കാലിലായി വിട്ട് ഒരു വെട്ട് ഈ തലയുടെ ഭാഗത്ത് കൊണ്ടു. അപ്പോ ഇവിടുത്തെ ഞരമ്പൊക്കെ കട്ട് ചെയ്യും. അങ്ങനെ പിന്നെ സ്ത്രീ ഇങ്ങനെ തളർന്നു പോയി. എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ബെഡ്റൂമിൽ ഈ അമ്മ കിടക്കുന്നത്. അന്നാണ് സംശയത്തിന്റെ ഭീകരത ഞാൻ മനസ്സിലാക്കി. ഈ കല്യാണം കഴിയുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ ജയിലിൽ കിടക്കണം. അപ്പോ സംശയത്തക്ക രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ല, ഒരു സാധു സ്ത്രീ അവിടെയൊക്കെ കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്നതാണ്. അപ്പൊ ഇയാളുടെ സംശയം എന്നുള്ളത് ഇയാളുടെ അസുഖമാണ്, രോഗമാണ്, അയാളുടെ കുറുമ്പല്ല. നമ്മൾ അയാളെ തല്ലിന് കൊണ്ടത് മാറില്ല. ചില സ്ത്രീകൾക്ക് ആങ്ങളമാര് കുറേ ഉണ്ട്.
അവരൊക്കെ കൊണ്ട് ഇടിച്ചത് കൊണ്ടൊന്നും ആട് നേരെയാവില്ല. അസുഖമാണ്. അയാൾക്ക് മരുന്ന് കൊടുത്താൽ അസുഖം, മരുന്ന് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആള് പറയും നമുക്കപ്പോഴാണെന്ന് പറയും. അപ്പൊ നമ്മള് വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കേണ്ട ഒരു പരിപാടിയുണ്ട്. ഡോക്ടറിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ധരിപ്പിക്കണം. അങ്ങനെ മരുന്ന് കൃത്യമായിട്ട് കൊടുത്താലേ 1-2 വർഷമൊക്കെ മരുന്ന് കൊടുത്താൽ, ഭക്ഷണത്തിനൊക്കെ ഇട്ട് മരുന്ന് കൊടുത്താൽ ഇയാളെ നോർമലാക്കി എടുക്കാം. അപ്പൊ അന്നാണ് ഞാൻ മനസ്സിലാക്കി കുടുംബം നരകാക്കി മാറ്റുന്ന ഒരു സാധനമാണെന്ന്. കണ്ടില്ല സംശയം. നിങ്ങളുടെ വീട്ടിൽ അത് ഇല്ലാതിരുന്നാൽ വളരെ നല്ലത്. അപ്പോ ഇനി രോഗമില്ലാത്ത ധാരാളം സംശയങ്ങളുണ്ട്. സംശയിക്കത്തക്ക രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ആ സംശയം ഉണ്ടാകും അല്ലേ? സംശയിക്കാൻ തക്ക വിധത്തിലുള്ള ജീവിത ശൈലിയുള്ള ആൾക്കാരുണ്ട്. അതുണ്ടായാലും കുഴപ്പമില്ല. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. മാതാപിതാക്കളായ നമ്മളിൽ നിന്ന് അതുണ്ടാവാൻ പാടില്ല. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിപ്പെടുത്തേണ്ട കാര്യം. സംശയിക്കത്തക്ക രീതിയിൽ ജീവിക്കാൻ പാടില്ല. ഒരു പള്ളിയിലെ അച്ഛൻ ആളിങ്ങനെ നടക്കും, വൈകിട്ട് ഇങ്ങനെ നടക്കാനിറങ്ങി ആളൊരു ഗ്രാമപ്രദേശം നടക്കുമ്പോൾ ഒരു ബസ് അവിടുന്ന് വരുന്നു, ഒരു ബസ് ഇവിടുന്ന് വരുന്നു. സൈഡില്ലാത്തതുകൊണ്ട് ഒരു ഇടവഴി കണ്ടു. ആ ഇടവഴിയിലേക്ക് വൃദ്ധനാണ് നടന്നങ്ങട്ട് നിന്നിട്ട് വടി ഇങ്ങനെ വണ്ടി പോകുന്ന നോക്കിക്ക. ബസ്സിലെ 2 ബസ്സിലെ ആളുകൾ അച്ഛനെ നോക്കി ചിരിച്ചു. കാരണം എന്താന്ന് പറയുമ്പോ പുറകിൽ കള്ള ഷാപ്പ് എഴുതി വെച്ചേക്കാം. അപ്പൊ ആളുകൾ നോക്കുമ്പോ എന്താ കാണണ്ടേ? അത് ഷാപ്പിൽ പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. ആളുകൾ അങ്ങനെ ധരിക്കും. ആളുകൾ അത് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഫോട്ടോ എടുത്തു ഫേസ്ബുക്കിൽ ഇടിച്ചു കൊണ്ടോ 14 ഇവിടുന്ന് വരുന്നു കണ്ണു കുടിക്കാൻ. അപ്പൊ നമ്മളുടെ ധാരണകളെല്ലാം ശരിയാവണമെന്നില്ല. നമ്മൾ പറയും ഞാൻ കണ്ടതാന്ന് പറയും, കണ്ടതാ. പക്ഷെ എന്താ കണ്ടേ? ഞാൻ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് ഞാൻ ഇന്നും മറന്നിട്ടില്ല. ഞങ്ങൾക്ക് 200 പേര് അവിടെ ആ കോഴ്സിനുണ്ട്. എല്ലാവരെങ്കിലും ഓരോ പേപ്പർ തന്നു. പേപ്പറിൽ ഇങ്ങനെ ഡോട്ടിട്ടുള്ള ഓരോ പടങ്ങളാണ്. ആ പടത്തിന്റെ അടിയിൽ എന്ത് ചിത്രമാണ് കണ്ടത് അത് എഴുതിയിരിക്കണം. അപ്പൊ ഒരു ചിത്രം എങ്ങനെയാണ്? ഒരു യുവാവ് ഒരു ചാരുബെഞ്ചിൽ ഇരിക്കുന്നു, അടുത്തൊരു യുവതിയുടെ കഴുത്തിൽ ഇങ്ങനെ തോളിൽ കൈയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞാനത് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്തിരിക്കുന്നത് പള്ളിയുടെ അച്ഛൻ. ആള് എന്നോട് ചോദിച്ചു നന്ദെന്താ എഴുതിയ? ഞാൻ അങ്ങനെ അച്ഛന്റെ ഇതിൽ നല്ല പെൺകുട്ടിയുടെ തോളിൽ കൈ എല്ലാം അപ്പുറത്ത് കന്യാസ്ത്രീ എല്ലാം എഴുതി. 200 ആളുകൾ എഴുതി വെച്ചിട്ട് 200 ആളുടെ തെറ്റായിപ്പോയി. സത്യത്തിൽ എന്താ സൂക്ഷിച്ചു നോക്കിയാലാണ് ഇയാളുടെ അടുത്ത് പട്ടിയെന്നിരിക്കണ പട്ടിയുടെ തൊഴിലാളുകൾ എഴുതിയ. വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ പട്ടി എന്നുള്ളത്. അപ്പോഴേക്കും നമ്മള് ഇങ്ങനെ ചെറുപ്പക്കാരനെ ശരിക്കും മനസ്സിലാവും. പിന്നെ അനുമാനാണെന്നത് ആരായിരിക്കും? സ്ത്രീയായിരിക്കും. എന്നിട്ട് ഞങ്ങളെല്ലാവരും പഠിപ്പിച്ചു, നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന ആളുകൾ നമ്മൾക്ക് അവരുടെ മുഖഭാവം പെരുമാറ്റം കാണുമ്പോൾ ചിലപ്പോൾ കൊള്ളില്ലാത്തവരാ തോന്നിയേക്കാം. ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, മുൻവിധി പാടില്ല. ഞാൻ ഇന്നും മറന്നിട്ടില്ല. ഒരു ചേട്ടൻ്റെ അടുത്ത് വന്ന കണ്ണൊക്കെ ചുമന്ന് കണ്ടാൽ അറിയാം മുക്കുടിയാണ്. ആള് വന്നപ്പോ എന്നോട് പറഞ്ഞു, സാറേ ഒരു തുള്ളി കുടിക്കാത്ത ആളാണ് ഞാൻ, കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. സത്യമാണ്. ഇയാൾ കുടിക്കില്ല. ഭാര്യ പറഞ്ഞു കുടിക്കില്ല ചേട്ടൻ, എന്റെ ചേട്ടൻ. പക്ഷെ കണ്ടാ മാറിഞ്ഞപ്പോ വന്നോണം തോന്നുന്നു. ഇനി നേരെ ഓപ്പോസിറ്റ്, കണ്ടാൽ നല്ല ആളായിരിക്കും, ചിലപ്പോൾ വേട്ടക്കായിരിക്കും. മനസ്സിലായില്ലേ? ഉള്ളിൽ എന്താന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇപ്പൊ എന്റെ മൊബൈലിൽ ചാർജ് ഇങ്ങനെ കുറഞ്ഞു. ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോവാ, പങ്കമാലി എത്തിയപ്പോ ഞാൻ നോക്കിയപ്പോ മൊബൈലിന് ചാർജ് ഇല്ല. ദൈവമേ, ക്ലാസ് എടുക്കാൻ ചെന്ന സ്ഥലത്തേക്ക് ഒന്ന് വിളിക്കണം, എനിക്ക് വഴി കൂടി അറിയണം. അപ്പൊ ഞാൻ ഈ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഈ അങ്കമാലിന്റെ ഒരു ഹോട്ടലിൽ കയറി, എന്നിട്ടൊരു ചായ കുടിച്ച് ഒരു മസാല ദോശയും കഴിച്ചു. മസാല ദോശ ഒന്നും കഴിക്കേണ്ട, അത് ചാർജ് ചെയ്യാനായിട്ട് അയാളൊന്ന് സമ്മതിക്കുമെന്ന് പറയാറ്. അപ്പൊ കാഷ്യറിന്റെ അവിടെ ഇരിക്കുന്ന ആൾ ഈ തമിഴ് സിനിമയില് ഗുണ്ടയില്ലേ സൂര്യക്കലയെ കൊണ്ടത് അതുപോലത്തെ ഒരു മനുഷ്യൻ. ദൈവമേ, ഇയാളോടും പറഞ്ഞാൽ ഇയാൾ വല്ല കയറി പറയാം അതുപോലത്തെ ഒരു മനുഷ്യൻ. എന്നത് കുത്തിവെക്കാണ്ട് നോക്കത്തില്ല. ഒരു 5 മിനിറ്റെങ്കിലും കുത്തിവെച്ചാൽ അപ്പോഴേക്കും ചാർജ് കയറി എനിക്ക് ആ സ്ഥലത്തേക്ക് വിളിക്കാം. ഞാൻ 2 കൽപ്പിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ച് ദൈവമേ ഇയാളോട് ചോദിക്കാൻ പോയി, അയാൾ സമ്മതിക്കണേ. അപ്പൊ ഞാൻ ചേട്ടാ ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോണ ആളാ, മൊബൈലൊന്നും ഇവിടെ ചാർജ് ചെയ്ത് വെക്കാൻ 5 മിനിറ്റ് വെച്ചോട്ടെ. ഞാൻ പ്രതീക്ഷിക്കുന്ന സ്വരം വേറൊരു ഗൗരവമായ സ്വരം പ്രതീക്ഷിക്കണേ. പക്ഷെ ആള് എന്നോട് പറഞ്ഞു അതിനെന്താ പോലെ കുത്തിവെച്ചോ. ഈ വില്ലന്റെ പോലെ ഇരുന്ന ആൾക്ക് ഉള്ളിൽ തോന്നുന്ന സ്വരം അതിനെന്താ പോലെ കുത്തിവെച്ചോ. ഇതൊരു നല്ല സ്വീറ്റ് വോയിസാ വരുന്നത്, കണ്ടാ പേടി തോന്നും.
അപ്പൊ ഇത് ഓപ്പോസിറ്റ് ആവാന്ന്. എങ്ങനെ? നല്ല മിടുക്കനും മിടിക്കും കണ്ടാൽ ഉള്ളിലോ ഇവിടെ ജോളി ചേച്ചി പോലെയുള്ള ആളായിരിക്കാം. ജോളി എന്ന് പറഞ്ഞ് മനസ്സിലായോ? ആ, ഇനിയിപ്പൊ ജോളൻ എന്ന് പറഞ്ഞ ഒരാളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി സ്ത്രീകൾക്ക് വിഷമം വേണ്ട, ജോളൻ ആയിക്കൊള്ളട്ടെ. ഞാൻ ആ പ്രവൃത്തി ചെയ്ത ആളെ മാത്രം, ആ പ്രവൃത്തിനെ മാത്രം പ്രൊജക്ട് ചെയ്ത് കാണിച്ചു. അപ്പോ വീട് ഇങ്ങനെ കുട്ടിച്ചോറാവുന്ന ഒരു സാധനമാണ് സംശയം. സംശയം വന്ന കുട്ടികൾക്കൊക്കെ വീട് നനക, വീട്ടിലേക്ക് വരെ ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റില്ല. അമ്മയും അപ്പച്ചനും ഈ കാര്യം പറഞ്ഞ് എപ്പോഴും വഴക്കുകൂടാ. ആരെയാണ് വിളിച്ചത്? ഇത് ആരുടെയാണ് ഈ സ്കൂള്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ വിപ്ലവം ഉണ്ടാക്കും. അവിടെ ശ്രദ്ധിക്കണം. ഈ സായാഹ്ന പത്രം എന്ന് പറഞ്ഞ പത്രം ഇപ്പൊ ഇറങ്ങണ്ടാവും. സായാഹ്ന പത്രം, പ്രഭാതപത്രം വായിക്കാൻ നേരില്ല, വലിയ സായാഹ്ന പത്രം അല്ലേ? ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ചെല്ലുമ്പോ കാണാം അല്ലെ, സായാഹ്ന പത്രം കൊണ്ടുവരുന്നതാണ്. ഞാൻ തൃശ്ശൂര് അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് നിൽക്കുമ്പോൾ സായാഹ്ന പത്രമായിട്ട് എന്തെങ്കിലും വായിക്കാൻ വിചാരിച്ചത് മേടിച്ചത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാ. അപ്പൊ അതിനൊരു വാർത്ത, ഒരു മിസ്ഡ് കോൾ വരുത്തിയ വിന എന്നാണ് വായിച്ചത്. ഒരു മിസ്ഡ് കോൾ വരുത്തി, മൂവാറ്റുപുഴയിലാണ്. ഞാനത് വായിച്ചു, നന്നായിട്ട് വായിച്ചു. അപ്പോ രാത്രി ഒരു വീട്ടമ്മ, അവൾക്ക് LKG പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ ഉണ്ട്. വീട്ടമ്മ, അവളുടെ ഭർത്താവ് വിദേശത്താണ്. അപ്പൊ ഒരു മിസ്ഡ് കോൾ ഫോണിലേക്ക്, കിടക്കാൻ നേരത്തെ ഒരു മിസ്ഡ് കോൾ. ആരെയാണ് ഈ നമ്പർ? ആരെയാവോ? തിരിച്ചൊന്നും വിളിച്ചില്ല. അവിടെ വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ആരായിരിക്കും? ഒരാകാംക്ഷ. ആരാന്ന് പറയും? നമ്മളല്ലല്ലോ വിളിച്ചത്, നമ്മളല്ല വിളിച്ചത്, നമുക്കറിയാൻ അവകാശമുണ്ട്. ആരാണ് വിളിച്ചത്? തിരിച്ചു വിളിച്ചപ്പോൾ അവിടുന്ന് മാഡം സോറി, നമ്പർ തെറ്റി വന്നാണ്. ആ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് വിടും. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ മിസ്ഡ് കോൾ. ഇയാൾ പിന്നെ നാളെ വന്ന നമ്പർ അറിയാമല്ലോ. തിരിച്ചു വിളിച്ചു. മാഡം പിന്നെ സോറി, ഞാൻ അറിയാതെ വന്നാണ്. നിങ്ങളുടെ അറിയാതെ വരില്ലെങ്കിൽ മനസ്സിലാവേണ്ടതെന്ന് പറഞ്ഞ് 2 വഴക്കൊക്കെ പറഞ്ഞെങ്കിലും പിന്നെയും വന്നു. ഇടയ്ക്ക് കോൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മൂവാറ്റുപുഴ പിന്നെ പള്ളിയുടെ ഭാഗത്തുള്ള ആളാണ്. നിങ്ങളെ ഞാൻ സ്ഥലത്ത് മാറ്റി പള്ളിയെടുക്കാം, നിങ്ങൾ എവിടെയാണ്? എൻ്റെ അങ്കിളിന്റെ വീട് അവിടെ കിട്ടുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ഭർത്താവിന്റെ കൂട്ടുകാരനെ കേട്ട് വരും എന്ന് പറഞ്ഞ ആൾ ധരിപ്പിച്ചു. പിന്നെ അവർ നല്ല ഫ്രണ്ട്സായി. ഈ ഫ്രണ്ട്ഷിപ്പാണ് വേറെ. ആദ്യത്തെ ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണ്, രണ്ടാമത്തെ ഷിപ്പ് പാർട്ട്ണർഷിപ്പാണ്, മൂന്നാമത്തെ ഷിപ്പ് ടൈറ്റാനിക് ഷിപ്പ്. അതോടുകൂടെ എല്ലാം പൊട്ടി തകരാണ് ചെയ്യാൻ. അങ്ങനെ അനാവശ്യമായി ബന്ധമുണ്ടാക്കി. അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അയാളെ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ വീട്ടിൽ വരും. ഭർത്താവിന്റെ കൂട്ടുകാരനെന്ന നിലയ്ക്ക് വരും. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. പക്ഷെ ആ ബന്ധം ഹരിതായ്മയിലേക്ക് വളർന്നു വന്നു. ആരോ വിദേശത്തേക്ക് ഫോൺ ചെയ്ത് അറിയിച്ചു, ഇത് പറഞ്ഞിട്ടാ നിങ്ങളുടെ ഭാര്യ ഉള്ളിലാണ്ട ജീവിക്കണേ, നിങ്ങൾ വിദേശത്തൊക്കെ പോയി ഈ മരുഭൂമിയിൽ ചെന്ന് കഷ്ടപ്പെടുന്നൊക്കെ വെറുതെയാന്നൊക്കെ പറഞ്ഞു. അയാള് തിരിച്ചു നാട്ടിലേക്ക് അടുത്ത ഫ്ലൈറ്റ് കയറി വന്നു. ഈ സ്ത്രീയെ വീട്ടിൽ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ച് ഓട്ടോറിക്ഷ കയറ്റി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ വീട്ടിൽ ചെന്ന് ആദ്യം ചെയ്തത് ഉടുത്ത സാരി അഴിച്ച് ഫാനിൽ കെട്ടി തൂങ്ങി മരിച്ചു. അതാണ് ആ സായാഹ്ന പത്രത്തിൽ വന്ന വാർത്ത. എന്താണ്? ഒരു മിസ്ഡ് കോൾ വരുത്തിയതിന്. എനിക്ക് എൻ്റെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. എൻ്റെ അമ്മയുടെയൊക്കെ ചേച്ചിയുടെ ഒക്കെ ബന്ധത്തിൽപ്പെട്ടാണ്. അവർ ഈ ടൈൽസിന്റെ പണിക്കൊക്കെ പോകുന്ന ഒരു നല്ലൊരു മനുഷ്യൻ. ഒരു പെൺകുഞ്ഞും ഒരു ആൺകുട്ടിയുണ്ട്. അവന്റെ ഭാര്യ കെട്ടി തൂങ്ങി മരിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ചെന്ന് നോക്കി ഉണർന്നൊക്കെ പങ്കെടുത്തു. പിന്നീട് ഞാൻ അവരോട് ചോദിച്ച എന്താ കാര്യം, അത് പറയാൻ പറ്റുന്നില്ല. പിന്നീട് ഞാൻ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കി എന്താണെന്നുള്ളത്. അവൻ വിദേശത്ത് പിന്നെ കുറച്ച് നാൾ ജോലിക്ക് പോയി. ഈ ടൈൽസിന്റെ വരുമാനം കൊണ്ടൊന്നും നല്ല വീടൊന്നും പണിയാൻ പറ്റുന്നില്ല. പിന്നെ വിദേശത്ത് പോയി ജോലി ചെയ്തവൻ നല്ലൊരു വീട് പണിതു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീ വളരെ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയായിരുന്നു. നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിരുന്നു. കുഞ്ഞുങ്ങളതെ കാണാൻ എന്തൊരു ഭംഗിയാണോ. ഈ പെൺകുട്ടി അടുത്ത വീട്ടിലൊരു ചെറുപ്പക്കാരനായിട്ടുള്ള തെറ്റായ എടുപ്പുണ്ടായി. അവൻ അവന്റെ കൂട്ടുകാരനെ വിളിച്ചു കൊണ്ടുവന്നു. അത് തെറ്റായ അടുപ്പായി. അങ്ങനെ 3-4 ആളുകൾ അവരുടെ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങാൻ തുടങ്ങി. അവസാനം ഇവിടെ ആത്മഹത്യ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് ഹസ്ബൻഡിനോട് പറയട്ടെ, പറഞ്ഞില്ല, ആത്മഹത്യ ചെയ്തു. ആ വാർത്ത അറിഞ്ഞിട്ട് അവളുടെ അമ്മ പാരലൈസ് ചെയ്തു. തലച്ചോറിൽ ഞരമ്പ് പൊട്ടി. ആ സ്ത്രീ സംഘർഷം വന്ന് ഈ പയ്യന്റെ അപ്പച്ചൻ മരിച്ചുപോയി. പെട്ടെന്ന് തന്നെ അറ്റാക്ക് വന്ന് മരിച്ചു. പിന്നെ അവൻ ആ സ്ഥലം വീട് വിറ്റു. എവിടെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പലപ്പോഴും അന്വേഷിക്കാറുണ്ട് അവരെവിടെ പോയി. കുഞ്ഞുങ്ങളെയാണ് എന്നെ അറിഞ്ഞുകൂടാ. ഓരോ ദുരന്തങ്ങൾ വിളിച്ചു വരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് അവരുടെ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ അച്ഛനും അമ്മയും
നമ്മുടെ വീടുമായി ബന്ധത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നോക്കി അത് വളരെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവരെയൊന്നും ശരിയായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ കുടുംബത്തെ നരകമാക്കുന്ന ഒരു സാധനമാണിത്. ഉണ്ടല്ലേ സംശയം? അത് രോഗമായിട്ടുള്ള സംശയമുണ്ട്. രോഗമായിട്ടുള്ളതാണ് ആ അമ്മച്ചിയുടെ തലയിൽ തൊട്ടപ്പോ എന്റെ തലയിൽ തൊടരുത് എന്ന് പറഞ്ഞില്ലേ, അത് രോഗത്തിന്റെ കാര്യമാണ്. ചിലത് രോഗത്തിന്റെ, മറ്റേ ഞാൻ പറഞ്ഞില്ലേ കല്യാണ പെണ്ണിന്റെ വീട്ടിൽ പോയപ്പോ അതും ആ അപ്പച്ചൻ രോഗമായിട്ടുള്ള സംശയമാണ്. നേരെ മറിച്ച് രോഗമല്ല, തന്നെ സ്വഭാവ വൈകൃതം കൊണ്ടുണ്ടാക്കുന്നുണ്ട്. അത് കുഴപ്പമാണ്. അത് മുഴുവൻ നമ്മുടെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കും. എല്ലാത്തിനും പ്രതിവിധിയും കിട്ടോ. രോഗമായിട്ടുള്ളവരെ ഞാൻ എത്രയോ കേസുകൾ ഞാൻ ചികിത്സിക്കാൻ കൊണ്ടുപോയത്. എത്രയോ പേര് നന്നായിട്ട് ജീവിക്കണം, മരുന്ന് കൊടുത്തിട്ട് നോർമലായിട്ട് ജീവിക്കുന്നവരുണ്ടെന്ന് അറിയുമ്പോൾ അവർ ഓവർകം ചെയ്തു. അത് അപ്പോൾ സ്നേഹമുള്ളവരെ, അത് വിശദമായിട്ട് പറയാനുള്ളതാണ്. പക്ഷെ നമുക്ക് അത് മാത്രം പറഞ്ഞാൽ മതി പോരല്ലോ, വേറെ ധാരാളം പോയിന്റ്സ് പറയാനുണ്ടോ. അപ്പൊ ഇത് മനസ്സിലാക്കുക, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, നമ്മുടെ കുട്ടികളെയൊക്കെ ബാധിക്കുന്നതാണ്. അച്ഛനമ്മയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് കേട്ടോ. നമ്മുടെ പർദീസ ഏതാണ്? നമ്മുടെ കുടുംബമാണ്. അച്ഛനും അമ്മയും അടങ്ങുന്ന ആ കുടുംബമാണ് നമ്മുടെ പർദീസ. ഈ കഴിഞ്ഞ ദിവസം ഈ പുല്ല് വെട്ടുന്ന ഒരാളുണ്ട്, അശോകൻ എന്നാണ് പേര്. അശോകൻ എന്നോട് പറഞ്ഞു, തുടി മാറ്റാൻ പറ്റുന്നതെന്ന്. അതിനെക്കുറിച്ച് നീ എൻ്റെ കൂടെ വന്ന് എൻ്റെ ക്ലാസ്സുകളൊക്കെ കഴിപ്പിച്ചു. പിന്നെ എല്ലാ ദിവസവും പുല്ലുവിട്ട് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വീട്ടിൽ കയറണം തോന്നും. പുല്ലുവിട്ട് കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ വരും. ഞാൻ കുറച്ചു നേരം ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ അവനെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ 1.5 മാസമായി പിടിച്ചെടുക്കുക. 1.5 മാസമായി പിടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, എന്താ അസുഖം ഉണ്ടെന്നുള്ളൂ, നീ ഇതെങ്ങനെ എപ്പോഴും പുറമൊക്കെ തിരിക്കും, നാട്ടുവേദന, ഇവിടെ നാട്ടുവേദന, നമുക്കൊന്ന് പോവാം. അശോകനെ ഞാൻ കൊണ്ടുപോയി. എവിടേക്ക്? രാജഗിരിക്ക് കൊണ്ടുപോയി. അശോകനെ പരിശോധിച്ചു. അപ്പോൾ അവന് ലിവറിന് പ്രശ്നമുണ്ടെന്നാണ്. കുടിയന്മാർക്കെല്ലാം കിട്ടുന്നതാണ് ലിവർ സിറോസിസ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അവനെ സ്കാൻ ചെയ്തിട്ട് ചോദിച്ചു, കുടി നിർത്തിയെന്ന് ചോദിച്ചു. നിർത്തി. എങ്ങനെ നിർത്തി? ഞാനൊരു സാറിനോടെ ക്ലാസ് കേൾക്കാൻ പറ്റും. നന്നായി ചാവട്ടതാണ്, തൊട്ടടുത്ത് വന്നില്ല. ഇപ്പൊ കറക്റ്റ് സമയമാണ് നിർത്തിയത്. ഇനി കുടിച്ചാൽ പെട്ടിയിലാക്കാൻ പറ്റും. ആള് മുടിഞ്ഞടുങ്ങി. അപ്പൊ ഇനി തോന്നില്ല. ഇന്നലെയും വിളിച്ചു, വൈകിട്ട് എന്നെ വിളിച്ചു. അശോകനെ കൊണ്ടുപോയി. 10,000 രൂപ ചെലവായി. എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായില്ല. ഞാനൊരാളോട് വിളിച്ചു പറഞ്ഞപ്പോ ആള് അശോകനെ ചികിത്സിക്കാനുള്ള പൈസ അയച്ചു തന്നു. അശോകന്റെ ഭാര്യയെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഞാൻ റോഡിൽ കൂടെ ഒരു അശോകന്റെ ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അശോകൻ? പിടിക്കുന്നു. നല്ല ചേട്ടനായിട്ടോ. പിന്നെ ദേഷ്യം എല്ലാം മാറ്റി പുണ്യാളായിട്ട് കിട്ടുന്നു. എനിക്കെന്താ ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടാതിരിക്കുമോ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? മോളെപ്പോഴും ഫോണിന്റെ മുമ്പിൽ. പിന്നെ ദേഷ്യപ്പെടാതിരിക്കുമോ? അപ്പൊ എല്ലാം തികഞ്ഞ ഒരാളെ ദേഷ്യമെടുക്കണേ. അങ്ങനെ ആരും കിട്ടില്ല. അപ്പൊ കണ്ടോ, പടിപടിയായിട്ടാണ് ഒരാളെ മാറ്റിയെടുക്കുക. അപ്പൊ രണ്ടാമത്തെ കാര്യമാണ് സംശയം പോലെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ലഹരികൾ. മദ്യം മാത്രമല്ല ലഹരി, പലതും ലഹരിയായിട്ട് മാറാം. അങ്ങനെ ലഹരികൾക്ക് അടിമയായിട്ടുള്ള ഒരു കുടുംബത്തിൽ നല്ല കുഞ്ഞുങ്ങളുണ്ടാവാം. കുഞ്ഞുങ്ങൾക്ക് പേടിയിരിക്കും അല്ലേ? അച്ഛൻ കുടിക്കില്ല, കുടിക്കാറുണ്ടാ? കുടിക്കില്ല. നിങ്ങൾ വെള്ളം കുടിക്കാറില്ലേ? വെള്ളം നന്നായിട്ട് കുടിച്ചോളൂ, വേറെ വെള്ളം കുടിക്കാതില്ലെന്ന് മതി. അപ്പോ ചില വീട്ടിലെ എനിക്കറിയാം ഒരു ചേട്ടൻ, അദ്ദേഹം വീട്ടിലേക്ക് കൂട്ടുകാരൊക്കെ കൊണ്ടുവരും. കൂട്ടുകാരെ കൊണ്ടുവരും ഭാര്യ, എടാ ജോർജ്, നിന്റെ വീട്ടില് പിള്ളേരൊക്കെ ഇല്ലേ, പെൺകുട്ടികളൊക്കെ ഇല്ലേ? ഓ ചേച്ചി, നിന്റെ വീട്ടിൽ വെച്ച് കണ്ണു കുടിക്കാൻ പറ്റുമോ? ഞാൻ പോകണ്ട. അന്ന് ആ ഭർത്താവ് കുറെ വഴക്കുണ്ടാക്കി എന്റെ ഗസ്റ്റിനെ അപമാനിച്ചു വിട്ടു. ഇനി കൂട്ടുന്ന ഞാൻ എനിക്ക് അപമാനിക്കുന്നു. അവരുടെ നാവ് പിന്നെ പറയുന്നുണ്ട. 2-3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞോളൂ. പിന്നെ പുള്ളിക്കാരൻ വരില്ല, കൂട്ടുകാരെ കൊണ്ട് വരില്ല. വീട് ഇങ്ങനെ കൂട്ടുകാരെ കൊണ്ട് ഇങ്ങനെയുള്ള സംഗതികൾക്ക് വേണ്ടി ഉണ്ടാക്കരുത്. ചില വീട്ടിലൊക്കെ ചേട്ടൻ വരുമ്പോഴേക്കും കുപ്പിയും ഗ്ലാസും അച്ചാനൊക്കെ എടുക്കേ, അച്ചാനൊക്കെ കിട്ടേ, പോത്തുകറി ചൂടാക്കട്ടെ. ആ വീട് തകർന്ന് തെരിപ്പടായിട്ട് പോകണം. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അതാണ് ആ സ്ത്രീയെ കുറിച്ച് ഞാൻ പറയും. ആ സ്ത്രീ വിളക്കാണ്, വിളക്ക്. സ്ത്രീ വിളക്കാന്ന് പറയില്ലേ, വിളക്ക്. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ വിളക്ക് കത്തിച്ചിട്ടുള്ള കാര്യമുള്ളൂ.
അങ്ങനെ പെട്ടെന്ന് ചിടപെടാന്ന് വിപ്ലവകരമായ തീരുമാനം എടുക്കരുത്, ഒരു നയപരമായിട്ട് വേണം കേട്ടോ. അപ്പൊ അങ്ങനെ ലഹരികൾക്ക് അടിമയായി കുടുംബം. എന്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. പട്ടാളക്കാർക്ക് 1.5 മാസം കൂടുമ്പോൾ 6 കുപ്പി മദ്യം കിട്ടും. കോട്ട എന്ന് പറയാം, കോട്ട അല്ലേ, അറിയോ? ചിലത് ഇപ്പൊ ഓർമ്മിപ്പിക്കില്ലേ എന്നൊക്കെ പറയുന്നു, കോട്ട. അങ്ങനെ 6 കുപ്പി മദ്യം കിട്ടെ. എനിക്ക് കുഞ്ഞുനാളിൽ തന്നെ മദ്യം ഒഴിച്ചു തരുമായിരുന്നു അച്ഛൻ. കുടിക്കടാന്ന് പറയുന്നു, കുറേശ്ശെ ഒഴിച്ചു തരും. പക്ഷെ അമ്മ ഭയങ്കര അമ്മയായിരുന്നുട്ടോ, കർക്കശക്കാരിയായിരുന്നു. കുട്ടികൾക്ക് ശിക്ഷണം കൊടുക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. ശിക്ഷണം, ശിക്ഷയല്ല, പിന്നെയോ ശിക്ഷണം എന്ന് പറഞ്ഞു നോക്കി. ആ വാക്ക് വെക്കുമല്ലോട് പറയണ്ട, അല്ലാത്തവരോട് പറഞ്ഞാല് ചിലപ്പോ പലതാണ് കേട്ടോ. ഏതാ വാക്ക്? ശിക്ഷണം എന്ന് പറഞ്ഞേ. അതന്നെ, ശിക്ഷണം. ശിക്ഷണം കൊടുക്കാം. ശിക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക്, ശിക്ഷണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ കുറുമ്പ് ചെയ്ത് ആ കുറുമ്പ് തിരുത്താൻ വേണ്ടി ഒരടി വെച്ച് കൊടുക്കാം, 1-2 അടി കൊടുക്കാം. അതാണ് ശിക്ഷണം. അല്ലാതെ ബെൽറ്റ് എടുത്തിട്ട് നിന്നെ എന്ന് പറഞ്ഞ ആള് ഉണ്ണിയാർച്ചയുടെ വാളുകളോട് അടിച്ചു, അത് ശിക്ഷണമല്ല, അത് ശിക്ഷ. അത് കൊടുക്കാൻ നമുക്ക് അധികാരമില്ല. ഇവരൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. വീട്ടിൽ ചെല്ലുമ്പോ അറിയാലോ ഏതാ ധാരാളമായിട്ട് അനുവദിച്ചത്? ശിക്ഷയല്ല, പിന്നെ എന്താണ്? ശിക്ഷണം, ഇൻസ്ട്രക്ഷൻ, പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് അടി കൊടുക്കുന്നത്, അല്ലാതെ ശിക്ഷയല്ല. ശിക്ഷ അത് പോലീസുകാരൻ ജയിലിൽ കൊണ്ടുവരും ചെയ്തോളൂ, കോടതി വിധിച്ചോളൂ, അത് നമുക്ക് അധികാരമല്ല ചെയ്യാം. കുട്ടികൾ കുറുമ്പ് ചെയ്താൽ അടി കൊടുക്കും അല്ലെ? പല പ്രാവശ്യം ഭക്ഷണം കഴിച്ചു, ഭക്ഷണം വേസ്റ്റാക്കി, അന്ന് നിർപ്പിലിരുന്നോളൂ, ൂത്തറ ഉണ്ടാക്കി വെച്ചിരിക്കുന്നോടാ. ഭക്ഷണപാത്രത്തിന് ചുറ്റും ചോറുകളെ അടിച്ചുണ്ടോ, പിന്നെയും കളഞ്ഞ ഒരടി കിട്ടും. അതെന്താണ്? ശിക്ഷയാണോ ശിക്ഷണാണോ? പറ. അത് തന്നെ ശിക്ഷണം കേട്ടാ, അത് കിട്ടണം. അത് കുട്ടികൾക്ക് അധ്യാപകർ കൊടുക്കും, പിന്നെ മാതാപിതാക്കൾക്ക് കൊടുക്കും അല്ലെ, മുതിർന്നവരൊക്കെ കൊടുക്കും ശിക്ഷണം. എനിക്കൊക്കെ കിട്ടിയൊരു കണക്കുമില്ല. പൗലോസ് മാഷൊക്കെ എന്റെ ചന്തി ഇതുപോലെയൊക്കെ അടിച്ച് ഇന്ന് അതുപോലെയൊക്കെ അടിച്ചാലോ മാഷ് വീട്ടിലെത്തില്ല, കൊട്ടേഷൻ കൊടുക്കും പിള്ളേര്. അതിന് മാതാപിതാക്കളൊന്നും വേണ്ട. അപ്പൊ ശിക്ഷണം അനിവാര്യമാണ്. പക്ഷെ എന്താ പാടില്ലാത്തത്? ശിക്ഷ. ശിക്ഷ അതിന് വേറെ തിരിച്ച് ഞാൻ പറയാം. പല്ല് തേക്കാത്തതുകൊണ്ട് ബ്രഷിൽ കോഴിക്കാഷ്ടം വെച്ച് കുട്ടിയെ പല്ല് വെപ്പിച്ചു, ഒരപ്പം ചെയ്ത ശിക്ഷ ചെയ്യാൻ പാടില്ല. തിരിച്ചടി ഉണ്ടാവും. അവർ ചെയ്താൽ കുട്ടി വലുതാവുമ്പോ അപ്പന് കോഴിക്കാഷ്ടവും ചാണകവും മിക്സ് ചെയ്ത് അവർ തേപ്പിക്കും. പലതിന് ഉണ്ടാവുമെന്ന് സംശയമാകാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യമാണ് എന്ത് ശിക്ഷ. ശിക്ഷ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്ന എന്താണ്? ശിക്ഷണം. അവരെ തിരുത്താൻ വേണ്ടി, അവർ നിലവിലുള്ള തെറ്റിൽ നിന്ന് തിരുത്താൻ വേണ്ടി കൊടുക്കുന്നതാണ്. ആ ഉദ്ദേശത്തോട് കൂടി കൊടുക്കുന്ന ശിക്ഷണം അത് മാതാപിതാക്കൾ കൊടുക്കണം. സാറിലടി കൊച്ചല്ലേ, അതിപ്പോ ഗ്യാസ് കുറ്റിന്ന് തീ കൊടുത്തിട്ടുള്ളൂ, അത് സാറിനടി ഗ്യാസ് കുറ്റിയല്ലേ പൊട്ടിത്തെറിച്ചുള്ളൂ, നിന്റെ ഒരു വെല്ലല്ലേ പോയുള്ളൂ, തലയൊന്നും പോയില്ലല്ലോ. ഇവരൊക്കെ പറയണത് അർത്ഥമാരുണ്ടോ? ശരിയാവത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലഹരികൾക്ക് അടിമപ്പെട്ട കുടുംബങ്ങൾ, അവിടെ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എന്റെ അമ്മയാണ് അതിന്. അമ്മ എന്നെ വലിയൊരു അച്ഛനെ തല്ലാൻ പറ്റില്ലല്ലോ അമ്മയ്ക്ക്, എനിക്ക് മത്തി ഒഴിച്ചു തരുന്നില്ല. പക്ഷെ അമ്മ ഈ പട്ടപ്പോലും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വേണ്ടാത്ത പണി കൊച്ചിനെ പഠിപ്പിക്കട്ട. വാക്ക് ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വേണ്ടാത്ത പണി കൊച്ചിനെ പഠിപ്പിക്കും. അമ്മയുടെ ആ വാക്കിന്റെ മുമ്പിൽ പട്ടാളത്തിൽ തോക്കും പിടിച്ചിരുന്ന അച്ഛൻ നിസ്സഹായനായിട്ട് മാറുമ്പോൾ ഞാൻ കണ്ടേ. അന്നാണ് എനിക്ക് മനസ്സിലായത്, തോക്കിനാക്കാൻ ശക്തി പട്ടക്കാണ്, പട്ടക്ക്. പിന്നെ അമ്മയുടെ നാവിന് സത്യം. അമ്മ ഇപ്പൊ നിങ്ങളുടെ കൂടിയില്ലേ, അമ്മ ഇല്ലാണ്ടോട്ടോ. അപ്പ അറിയാം, തുണിയൊക്കെ കഴുകാട്ടോടത്ത് അവിടെ കിടക്കും. ഡൈനിങ് ടേബിളിൽ ഈച്ചയുണ്ടാവും, ഈച്ച തിന്നാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അമ്മ പറയുന്ന വാക്ക് എത്ര ആളുകളെയാണോ ചില സ്ത്രീകൾ അവരുടെ പ്രാർത്ഥന കൊണ്ടും ത്യാഗം കൊണ്ടും വ്യത്യാസപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. എനിക്ക് വേളാങ്കണ്ണിക്ക് ടൂർ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് ആ കടൽ തീരത്ത് ഈ മീൻ വറുത്തത് കിട്ടേ, അത് തിന്നാൻ വേണ്ടി നിങ്ങൾ ആരോടും പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ടൂർ പോയതാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി ടൂർ പോയി. പക്ഷെ പ്രാർത്ഥിക്കാൻ കണക്കാക്കി വന്നവരുണ്ടാവും. ഞാൻ എൻ്റെ വെള്ളം അത്യാവശ്യം പറയും. അവിടെ ചെന്നപ്പോൾ ഈ രാത്രി മുഴുവൻ ആളുകളുടെ കൂടെ കൈ അടിച്ചും കളിച്ചും ചിരിച്ചു. അവിടെ കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്നിട്ട് പാടില്ല. എനിക്ക് കിട്ടിയ മുറിയിൽ ഞാൻ പോയി വേഗം വാതിലടച്ചു
കിടന്നുള്ളൂ. ആരോ വന്ന് മുട്ടി വന്നു. ഞാൻ വാങ്ങി വന്നപ്പോ വണ്ടിയിൽ ഉണ്ടായ ചേട്ടൻ, ഇപ്പൊ ബ്രദറിനോട് സംസാരിക്കാം, ആരില്ലാത്ത സമയം. ബ്രദറിന് ബുദ്ധിമുട്ടില്ലല്ലോ? സംസാരത്തെ ബുദ്ധിമുട്ട് നമ്മളെ തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തലയണ ഭിത്തിയിൽ വെച്ചിട്ട് ഞാൻ ചായ ഇരുന്നു. എപ്പോ വേണമെങ്കിലും അവിടേക്ക് പോവാം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞാൻ മീൻ കച്ചവടക്കാരനാണ്. മീൻ കച്ചവടത്തിന് പോകുമ്പോ ഞാൻ കണ്ണു കുടിക്കും. കണ്ണു കുടിച്ചാൽ മീൻ മേടിക്കാൻ വരുന്ന സ്ത്രീകളോട് ഞാൻ കാണാനുള്ള വർത്താനം പറയും. എനിക്ക് തല്ല് കിട്ടാത്ത സ്ഥലങ്ങൾ കുറവാന്ന് പറഞ്ഞു. ഈ പെണ്ണുങ്ങളോടൊക്കെ ആവശ്യമില്ലാത്ത പറഞ്ഞാൽ തല്ല് കിട്ടാതിരിക്കോ? അങ്ങനെ തല്ല് കിട്ടി. ഈ ദൂരസ്ഥലത്തുനിന്ന് അടി കിട്ടിയത് ഭാര്യ ആളോട് പറയും. അടി കിട്ടിക്ക് വീട്ടിൽ തലയൊക്കെ പൊട്ടിട്ട് വരും. ഭാര്യ പറയും, ചേട്ടാ നിങ്ങളുടെ എല്ലാ സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള ആളാണ് ഞാൻ. നിങ്ങളുടെ എല്ലാ സ്നേഹവും എന്നോട് പ്രകടിപ്പിക്കാം. നിങ്ങൾ ഇതിന്റെ നാട്ടുകാരോട് പോയി പറയണം. അങ്ങനെ പുള്ളിക്കാരി ഒരു ക്രിസ്ത്യാനി പെണ്ണായതുകൊണ്ട് ഇയാൾ ധ്യാനത്തിനുണ്ട്. ഇയാളാകെ മാറി, കണ്ണുകുടിക്കാത്ത ആളായി മാറി. ഈ പരസ്ത്രീകളോടൊന്നും കൊള്ളില്ലാത്ത സംസാരമില്ല, ആള് മാറി. എന്നിട്ട് ഞാനിങ്ങനെ ഈ തലയിണയിൽ ചാരിയിരിക്കുമ്പോൾ ആള് പറഞ്ഞൊരു വാക്ക്, നന്ദു എന്റെ അൽഫോൻസ കാരണം ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ആ വാക്കെന്ന് ഉള്ളിന്ന് പോകുന്നു. എന്റെ അൽഫോൻസ കാരണം, എന്റെ അൽഫോൻസ വാക്കുകളുണ്ട, എന്റെ അൽഫോൻസ കാരണം ഞാൻ രക്ഷപ്പെട്ടു. തിരിച്ചു പറഞ്ഞവരുണ്ട്, എന്റെ അൽഫോൻസ കാരണം ഞാൻ കള്ളുടിയനായത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഇത് എനിക്ക് അത്ഭുതം. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ചാലക്കുടിയില് സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചെന്നപ്പോ സൈക്കാട്രി വിഭാഗത്തിന്റെ അവിടെ ഈ അൽഫോൻസേച്ചി മുടി കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ അൽഫോൻസേച്ചിന്റെ അടുത്ത് ചെന്നു. ഇദ്ദേഹത്തെ കണ്ടു, ഈ മീൻ കച്ചവടക്കാരന്. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു, എന്ത് പറ്റി? ആളെന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എന്റെ മോനും മോള് കൂടി അൽഫോൻസിനെ ഭ്രാന്തി ആക്കി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവള് കന്യാസ്ത്രീ ആവാൻ പോയതാണ്, എന്നിട്ട് അവളവിടെ കുറ്റി പറിച്ചു വന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, അവൾക്ക് അത് സന്യാസ ജീവിതം ഇഷ്ടമല്ലെങ്കിൽ പോന്നോട്ടെ. പോന്നോട്ടെ. ഞങ്ങൾ അവൾക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു, വിവാഹം ഉറപ്പിച്ചിരിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ചേർക്കുന്നത് വിളിച്ചു. അപ്പൊ ഈ സ്ത്രീക്ക് ഭ്രാന്തായി. എന്നിട്ട് ഇയാള് ചികിത്സിക്കുണ്ടതേക്കാം. അങ്ങനെ മരുന്ന് കൊടുത്ത് അവളെ നോർമലാക്കി എടുത്തു. ഒരു നാള് അൽഫോൻസക്കാരനാണ് ഈ ചേട്ടൻ രക്ഷപ്പെട്ടത്. ഇപ്പോ ഈ ചേട്ടൻകാരൻ അൽഫോൻസ രക്ഷപ്പെട്ടു. അങ്ങനെ വേറെ അവർക്കൊന്നും ഇഷ്ടമില്ലാത്ത ഒരു പയ്യന്റെ കൂടിയാണ് ഇറങ്ങിപ്പോയത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ കോഴിക്കോട് പോവാൻ നിൽക്കാം. അപ്പൊ ഈ ചേച്ചിയും ചേട്ടനും കൂടെ വലിയ കാർഡ്ബോർഡിന്റെ പെട്ടിലെന്തൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട്, ചേച്ചി നല്ല നോർമലായി നല്ല സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ ചെന്ന്, അൽഫോൻസ് ചേച്ചിയല്ലേ? അതെ. ചേട്ടാ എവിടേക്ക് പോണേ? മക്കള് എന്ത് തെറ്റ് ചെയ്താലും മക്കളല്ലാണ്ടാവോ? അവളിപ്പോ പ്രസവിച്ച് കിടക്കാം. വാട്സാപ്പും കുഴപ്പം കൊണ്ട് ഞങ്ങൾ പോവാം. അപ്പൊ ഇത് കേൾക്കാൻ പറ്റുന്ന കേട്ടിരിക്കുന്നു. ഞാൻ പിടിച്ച് കേട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൊണ്ട് അത് പിടിച്ച് കയറ്റി. പിന്നെ കോഴിക്കോട് വരെ വർത്താനം പറഞ്ഞു. എനിക്ക് അവരുടെ ജീവിതം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നു. ഇയാള് കള്ളം കുടിച്ച് പരസ്ത്രീകളെ തെറി പിടിച്ച് നടന്ന ആ മനുഷ്യനെ അൽഫോൻസിനെ ശരിയാക്കി എടുത്തു. അൽഫോൻസിക്ക് ഭ്രാന്ത് വന്നപ്പോ ചേട്ടനെ ശരിയാക്കി. മക്കള് തല്ലിപ്പിരിഞ്ഞ് കൊള്ളില്ലാത്ത ജീവിതം നയിച്ചപ്പോ ഇവർ രണ്ടുപേരും കൂടെ ജീവിതം പിടിച്ചെടുക്കുന്നുണ്ടോ? ഇതൊക്കെ തന്നെയാണ് ചെയ്യട്ടെ. തൽക്കാലം ഭർത്താവിന് വിളിച്ചില്ലെങ്കിൽ നമ്മൾ വെളിച്ചം കൊടുക്കാം. തൽക്കാലം ഭാര്യയ്ക്ക് വിളിച്ചില്ലെങ്കിൽ പറ. രണ്ടും കൂരിട്ടാണെങ്കിലോ എനിക്കറിയാൻ പാടില്ല എന്താ ചെയ്യണ്ടെന്നുള്ളത്. ദൈവത്തോട് പറയാനുള്ള കഥ ചെയ്യാം അല്ലേ? അപ്പോ പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതം കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെളിച്ചം കൈമാറലാണ്. അപ്പൊ അതുകൊണ്ട് ചില വീട്ടിൽ പലതരം ലഹരിയുള്ള വീട് അനുഗ്രഹിക്കപ്പെടില്ല. അങ്ങനെ എന്റെ അച്ഛൻ ഇതൊക്കെ നിർത്തിയിട്ടോ. അച്ഛൻ ഈ പാസ്ബുക്ക്, മദ്യം വയ്ക്കാൻ പോകുന്ന പാസ്ബുക്ക് എന്റെ മുമ്പിൽ വെച്ച് വലിച്ചു കയറി കളഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നന്ദു വലുതാകുമ്പോൾ പറയരുത് അച്ഛൻ നിനക്ക് ദുർമാതൃക നൽകിയെന്ന്. ഇന്ന് മുതൽ അച്ഛൻ മദ്യപിക്കില്ല. പിന്നെ ഒരിക്കലും മദ്യം വാങ്ങിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ഈ നിമിഷം വരെ എന്റെ ഭവനം മദ്യവിമുക്ത ഭവനം. അതുപോലെ സീരിയൽ വിമുക്ത ഭവനമാണ്. അതുകൂടി പറയട്ടെ. സീരിയൽ ഉണ്ടോ വീട്ടിൽ? സീരിയൽ ഏത് സീരിയലാ വീട്ടിൽ വെക്കണേ? ഏത് സീരിയലാ? മാതാപിതാക്കളെ രക്ഷിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. സീരിയൽ ഉണ്ടോ?
നിങ്ങൾ ഇല്ലാണ്ടിരിക്കട്ടെ, നല്ല കുഞ്ഞുങ്ങൾ. ചില വീട്ടിലൊക്കെ ചില ക്ലാസ്സിലൊക്കെ കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, ഇതാ കറുത്ത മുത്തോ കൽവിളക്കോ നിലവിളോ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ പലതിന്റെ മുമ്പിൽ ഇരിക്കുക. ഞാൻ പറയുന്നില്ല, തെറ്റിദ്ദേശം നിങ്ങൾ തിരുത്തണേ, സീരിയൽ ഏതാന്ന് കറക്റ്റ് പറയുന്നത്. അപ്പൊ ഇതിന്റെ മുമ്പിലൊക്കെ അതൊരു ലഹരിയാണ്. ചേട്ടൻ വന്നിരിക്കുന്നു, ചേച്ചി സീരിയൽ ലഹരി, ഭയങ്കര ലഹരിയാണ്. അപ്പൊ അതിനേക്കാൾ വലിയ ലഹരിയായിട്ട് മാറിയൊക്കെ പോകണം. അപ്പൊ അതുകൊണ്ട് രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, സംശയങ്ങളുള്ള വീട്ടിൽ കുട്ടികൾ മെച്ചപ്പെട്ട് വളരാൻ സാധ്യത കുറവാണ്. രണ്ട്, ലഹരികളുള്ള വീട്. മൂന്ന്, കലഹം നിറഞ്ഞ വീട്, ഭയങ്കര കലഹം. സാധാരണ എന്തെങ്കിലും വഴക്കില്ലാത്ത വീടുകളില്ല അല്ലേ? എന്തെങ്കിലുമൊക്കെ പറയാതെ വീടുകളില്ല. അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരം ഉണ്ടാവുന്ന വീടുകൾ, എല്ലാ വീടുകളും. ഭാര്യ എന്തെങ്കിലും പറയും, ഭർത്താവ് എന്തെങ്കിലും പറയും. പക്ഷെ ചിലര് എത്ര പറഞ്ഞാലും വഴക്ക് വെച്ചുകൊണ്ട് നടക്കൂല കേട്ടോ. ചിലക്ക് അപാരമായി കഴിവാ വഴക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ. നിങ്ങൾ ഞാനില്ലേ ഇക്ക വരപ്പിക്കുന്നു പറയുന്ന ആൾക്കാരുണ്ട്. അവര് വഴക്കൂടി പിന്നെ ബെഡ്റൂമിൽ പോവുകയില്ല. അവര് ഇടയ്ക്കൊക്കെ എടുത്ത് വേറെ മുറിക്കും. പിന്നെ യുദ്ധമാണ്. അങ്ങനെയുള്ള വീടുകൾ കൊള്ളത്തില്ല. ഞാൻ എൻ്റെ ഭാര്യ 15 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം മാറിക്കിടന്നിട്ടില്ല, വഴക്ക് പിടിച്ച് ഞങ്ങൾ കിടന്നിട്ടില്ല. ഒരു ദിവസം ഉണ്ടായതെന്നു വെച്ചാൽ പാമ്പുകളെ കുറിച്ചുള്ളൊരു പുസ്തകം ഞാൻ വായിച്ചു. 3000 തരത്തിലുള്ള പാമ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ പാമ്പിനെ കുറിച്ച് വായിച്ചിട്ട് രാത്രി എൻ്റെ ദേഹത്തോടെ അങ്ങനെ പാമ്പുകൾ എഴയണോ, ഞാൻ ചവിട്ട് കുത്തായിരുന്നു. ഭാര്യ എഴുതി താഴ്ത്തു കിടന്നു. അന്ന് മാത്രമാണ് താഴെ കിടന്നിട്ടുള്ളൂ. പിന്നെ ആ പുസ്തകം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന് യേശു ക്രിസ്തു പറഞ്ഞത്. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള റോഹിച്ചേട്ടന് കൊടുത്തു. പിറ്റേ ദിവസം നിർമ്മലേച്ച് താഴ്ത്തിറങ്ങി കിടന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പുസ്തകം തരാം. നല്ല പുസ്തകം എടുത്തൊരു അനുഭവം അങ്ങ് വായിക്കണം. നല്ലോണം മനസ്സിരുത്തി വായിക്കണം. ഓരോ പാമ്പ് എഴയുന്നത് അതിന്റെ വിഷം എന്തുമാത്രം. അല്ലാതെ വഴക്കും പിണക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ വൈകുന്നേരം ആവുമ്പോഴേക്കും വഴക്കും പിണക്കം അവസാനിപ്പിക്കും. നീണ്ടു നിൽക്കരുത് കോപം. എത്രയോ സൂര്യൻ അസ്തമിച്ചു. ഒരു സൂര്യനൊന്നല്ല, പല സൂര്യൻ അസ്തമിച്ചു. വഴക്കുള്ള കുടുംബത്തിൽ കുഞ്ഞുങ്ങളൊക്കെ കണ്ടുപിടിക്കണത്. വഴക്കുണ്ടാക്കുമോ, അമ്മ വഴക്കുണ്ടാക്കുമോ, പെൺകുഞ്ഞുങ്ങളൊക്കെ നോക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് എനിക്ക് നല്ലൊരു അനുഭവമായിട്ട് തോന്നി. ഞാൻ ഈ സൈഡിൽ ഇരിക്കുകയാണ്. അപ്പൊ മാതാപിതാക്കൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പൊ അവിടെ PTA സെമിനാർ ആ പള്ളിയിലെ. അപ്പൊ അവിടെ PTA പ്രസിഡന്റ് ആയിട്ട് സെക്രട്ടറി ആയിട്ടൊക്കെ ആൾക്കാരെ തിരഞ്ഞെടുക്കാം. അപ്പൊ റീന എന്നൊരു പേര് വിളിച്ചപ്പോ ആ റീന ചേച്ചിയുടെ അടുത്ത് മകളിരിക്കണ്ട്. അപ്പൊ അവള് അമ്മയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മമ്മി 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 ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മമ്മിയുടെ പേര് വിളിക്കുമ്പോൾ മമ്മീനെ തന്നെ നോക്കണം. അപ്പൊ എല്ലാവരും കൈയടിക്കുമ്പോൾ അവള് മമ്മീന്റെ മുഖത്തോക്കി കൈയടിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ അമ്മ ഈ കൊച്ചു എന്തൊരു കൂട്ടുകാരാ നോക്കി. ആ പെൺകുട്ടിയായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അമ്മയുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച് അമ്മയുടെ പേര് വിളിക്കുമ്പോൾ അമ്മയുടെ കണ്ണിലേക്ക് നോക്കുന്നു. എല്ലാവരും കൈയടിക്കുമ്പോൾ അമ്മേനെ പ്രോത്സാഹിപ്പിക്കുന്നു. ചില വീട്ടിൽ അമ്മയും മോളും ഇന്ത്യൻ പാകിസ്ഥാൻ പോലെ. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞു, എന്റെ ഭാര്യ എന്റെ മോളും അത്ര നല്ല കൂട്ടൊന്നുമല്ല. അപ്പൊ ഞാൻ അവളോട് പറയും, മോളോട് കൂട്ടുപിടിക്കാൻ പറയും. പക്ഷെ എന്താണ് അവള് കൂട്ടുപിടിക്കുക? എന്നോട് ആ കുട്ടികൾ കൂട്ടുപിടിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്ന് ഓടി വന്ന് കരഞ്ഞൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോളെന്ത് പറ്റി? ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച പൂക്കളെയും കണ്ണുനീരൊക്കെ എന്റെ ടീഷർട്ടിൽ വെച്ച്. ഞാൻ എന്ത് പറ്റി? ബസ്സിലിരിക്കുന്ന എപ്പോഴും കളിയാക്കണം. എന്റെ അടുത്തല്ല പറയട്ടെ, ശരിക്കും ആരുടെ അടുത്ത് പോണ്ടേ? അമ്മയുടെ അടുത്ത് പോണില്ല. അച്ഛൻ്റെ അടുത്തെങ്കിലും വന്നല്ലോ. ആരുടെയെങ്കിലും ഒരാളുടെങ്കിലും അടുത്ത് വരട്ടെ. അമ്മയുടെ അടുത്ത് വന്നില്ലെങ്കിൽ എവിടെ പോട്ടെ? അച്ഛൻ രണ്ടാളുടെ അടുത്ത് വന്നില്ലെങ്കിലോ ഈ കുട്ടിക്ക് വല്ല പ്രാന്താവുണ്ടോ? ആരെങ്കിലും ഒരാൾ അഭയം നൽകണം. അമ്മമാര് വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അച്ഛന്മാരൊക്കെ ജോലിക്ക് പോയിക്കായിരിക്കും. അമ്മമാര് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ ജോലിക്ക് പോണ വീട്ടിലാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും എടുത്ത് കുഞ്ഞൊന്ന് അഭയം തേടട്ടെ. കുഞ്ഞ് കരയട്ടെ. അതിന്റെ പൂക്കളെയും കണ്ണീരൊക്കെ നമ്മുടെ ദേഹത്ത് പറ്റട്ടെ. അതൊക്കെ അഭയമായിട്ട് മാറണം. ആ വാക്കിന്റെ ഞാൻ പറഞ്ഞു, അച്ഛൻ ചോദിക്കാം. ഞാൻ അവരോട് ചോദിക്കാം. ഞാൻ ആ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അവരോട് ചോദിക്കാൻ സ്കൂൾ ബസ് വന്നു. അവർക്ക് സ്കൂളിൽ എന്താ ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, നീ നിന്നാ അച്ഛനിവിടെ എത്താൻ വൈകും. ആദ്യം തിങ്കളാഴ്ച ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. കുട്ടിയെ ശ്രദ്ധിക്കാൻ ഞാൻ ചോദിക്കേണ്ടത് നമ്മൾ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഞാൻ മറന്നോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഓർത്തിരിക്കണേ. മറക്കപ്പാടില്ല. കുട്ടികൾ ശ്രദ്ധിക്കും. അച്ഛൻ ചോദിക്കുന്നുണ്ട്. അവനോട് ചോദിക്കും. ഞാൻ ആ കുട്ടിയോട് ചോദിക്കും. കുട്ടിയോട് വഴക്കുണ്ടാക്കല്ല ചെയ്യണേ.
ആ ബസ്സിൽ കയറി ചോദിക്കും, ആരാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ആരാ വഴക്കുണ്ടാക്കിയേ? ആ രീതിയിൽ ചോദിക്കണേ. ആയത് മൂരാച്ചേടാ എന്റെ കൊച്ചുകളും. അപ്പൊ കുട്ടികളെല്ലാം എന്തെങ്കിലും കിട്ടും. അവര് നാളെ കൂട്ടുകൂടിയാണ് കിട്ടതാ. ചോദിക്കേണ്ട രീതി ചോദിക്കണം. കുട്ടിക്ക് ആ മെന്റൽ ഹെൽത്ത് വർദ്ധിക്കും. മനസ്സിലായോ? ബാലൻസ്ഡ് ആയിട്ട് തീരും. അപ്പൊ അത് ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒരാൾ അഭയം കൊടുക്കണം. ആരെങ്കിലും ഒരാൾ അഭയമായിട്ട് വേണം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞൂടെ? കുഞ്ഞാനൊക്കെ എന്ത് പറയാനുള്ള അല്ലേ? ഒരു 8ാം ക്ലാസ് കഴിയട്ടെ, വല്ലതും പറയാൻ പിള്ളേര്. 8ാം ക്ലാസ് കഴിഞ്ഞാലും പറയണം, 9 കഴിഞ്ഞാലും അവർക്ക് തോന്നണം എന്റെ അമ്മയുടെ അടുത്ത്. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എല്ലാ കാര്യം എന്റെ അമ്മയുടെ അടുത്ത് പറയാം. നിങ്ങളോട് എല്ലാം പറയാറുണ്ടോ? ഒരമ്മ തലയാണ് അല്ലേ? എല്ലാവർക്കും പറയാൻ പറ്റുമോ അങ്ങനെ? എല്ലതും പറഞ്ഞാൽ ഞാൻ ഈച്ചക്കറയ്ക്കണോടെ ഞാൻ ചമയ്ക്കും. പിന്നെ എങ്ങനെ കുട്ടികൾ പറയാം? കുട്ടികളെ അടിക്കല്ല ആദ്യം കേട്ടെ. കുട്ടികൾ പറയട്ടെ, തെറ്റ് പറ്റാത്തവരുണ്ട്, തെറ്റ് പറ്റട്ടെ കുട്ടികൾക്ക്. അപ്പൊ നമ്മൾ തിരുത്താനുള്ള ആളുകളല്ലേ? സ്നേഹപൂർവ്വം തിരുത്തി വീണ്ടും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം. ആർക്കാ തെറ്റ് പറ്റാത്തത്? ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഒരു പെൺകുട്ടി എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന വേണ്ട അതുപോലെ. അപ്പൊ ഇങ്ങനെ ധാരാളം കേസുകൾ വരുമ്പോ ചിലർക്ക് പേരൻസിന് കൈകാര്യം ചെയ്യാൻ അറിയില്ല. ആദ്യം കേൾക്കൂ. ഭയങ്കര ഇഷ്ടമാണ് കേൾക്കൂ. ആദ്യം കേൾക്കൂ. ആദ്യം കുട്ടികൾ പറയട്ടെ. അവർ പറയാനുള്ള മൊത്തം കേട്ടു. എന്തൊരു ആശ്വാസം ഉണ്ടാവും പറയുമ്പോൾ നമ്മുടെ അഭയം കൊടുക്കുന്ന ആളുകളായി തീരണം. ഞാൻ പറഞ്ഞു വന്നത്, സംശയം പ്രശ്നം ഉണ്ടാക്കും. പിന്നെന്താണ്? ലഹരികൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. കലഹം, ഭയങ്കര കലഹം. എപ്പോഴും വഴക്കൂടലായിരുന്നു. ഈ സ്ത്രീകൾ അമ്മമാർ നോക്കി, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മുഖം കണ്ണാടിയിലൊന്ന് നോക്കും. എന്നിട്ട് ഒരു ഫോൺ എടുത്ത് ഒരു സെൽഫി എടുത്ത് വെക്കുക. എന്തോ ഇരിക്കുന്ന ഒരു രൂപം. പുരുഷന്മാരത് നമ്മുടെ മുഖം നോക്കണം. നിങ്ങൾ നന്നായിട്ട് ചിരിച്ചിരിക്കുന്ന ഫോട്ടോ എടുത്തെങ്കിൽ രണ്ടുന്നവരുടെ വ്യത്യാസം കാണാം. ചെറുത്താനെ കാണാൻ ചേട്ട പോകും. ആദ്യത്തുള്ളിങ്ങനെ വിറയ്ക്കും, പാത്രങ്ങളൊക്കെ എടുത്തെറിയും, നെഞ്ചിലിട്ട് അടിക്കും, കസേരയൊക്കെ വലിച്ചെറിയും. ഒരു വിളി കാണുന്നത് എന്റെ കുട്ടികളോട് ശാന്തമായി ജീവിക്കാൻ പഠിക്കണം. ശാന്തകുമാരിയുടെ അഭ്യാസങ്ങളാണ് ഉള്ളൂല്ല അങ്ങനെ ജീവിക്കും. എന്റെ വീട്ടിൽ 12 പൂച്ചകളായിരുന്നു. 12 പൂച്ചേനെ ഇഷ്ടാണോ? 12 പൂച്ചകളായിരുന്നു എന്റെ വീട്ടിൽ. ഇപ്പൊ എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിലാ? സാർ 5ാം ക്ലാസ്സിൽ പഠിക്കും. 12 പൂച്ചകളായിരുന്നു. പൂച്ചകളൊക്കെ എനിക്ക് എന്തൊരു ഇഷ്ടമാണ് പൂച്ചകളെ. അങ്ങനെ പൂച്ചേനൊക്കെ എന്റെ വീട്ടിൽ ചേട്ടനോ ചേച്ചിയോ ഞാൻ ഞാൻ മാത്രമാണ് ഏക സന്താനം. പൂച്ചകളായിരുന്നു കൂട്ടുകാര്. രാത്രി കിടക്കുമ്പോൾ പുറത്തിട്ടുള്ള എല്ലാ പൂച്ചകളും പിടിച്ചോളൂ. ഒരു മോട്ടർ അടിക്കണ പോലത്തെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്റെ കൂടെ ഇങ്ങനെ കിടക്കുള്ളൂ. എനിക്ക് ഭയങ്കര രസമായി പൂച്ചകളുടെ കൂടെ. അപ്പൊ അമ്മ പറയും, ഇതിന്റെ രോമൊക്കെ വൈറ്റിപ്പോ. ഞാൻ ഇതിന്റെ രോമം തിന്നാൻ പോട്ടോ, നീ ഇതിനെ പിടിച്ച് ഉമ്മോക്കണേ. നല്ല രസമല്ലേ അമ്മ പൂച്ച. അങ്ങനെ ഞാനൊരു ദിവസം നോക്കിയപ്പോ എന്തോ ശബ്ദം കട്ടിന്റെ കീഴില് ടോർച്ചടിച്ച് നോക്കുമ്പോ മൂർക്കം പാമ്പിനെ പിടിച്ചു കൊണ്ട പൂച്ച. ആ പൂച്ച പാമ്പിനെ പെട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം. അന്ന് നിർത്തിയതാ ഞാൻ പൂച്ചക്ക്. അല്ലെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ വേറെ ആരെങ്കിലും വരയ്ക്കുന്നുണ്ടോ? അന്നേക്ക് മനസ്സിലായ ദൈവമേ, പൂച്ച പാമ്പിനെ കൊണ്ടുവരും, പാമ്പിനെ പെട്ടി കൊണ്ടുവന്ന് നല്ല കാര്യം തീർന്നു. പക്ഷെ പൂച്ച ഞാൻ നടക്കുമ്പോ യേശുവിന്റെ അപ്പോസ്തലന്മാരെ യേശുവിന്റെ പുറകെ നടന്നു. അമ്മ അടുക്കളയിലുണ്ടെങ്കിൽ ഓരോറ്റ പൂച്ചയും അടുക്കളയിലേക്ക് കയറുന്നു. എല്ലാം ആ അടുക്കളയുടെ ആ പടിയുടെ അടുത്ത് നിൽക്കും. എന്താ പറഞ്ഞുകൊണ്ടെങ്കിൽ പിന്നെ എനിക്ക് മനസ്സിലായ എല്ലാ പൂച്ചയും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പാലുണ്ടായിരുന്നു. അവിടെ അമ്മ പശുവിനെയൊക്കെ വളർത്തി. ഇപ്പൊ പശുവായിട്ട് ഒന്നുമില്ല, ഒരു കോഴി പോലുമില്ല. ഭാര്യ പറയാൻ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞേക്കാം. പിന്നെ അവളുടെ ഇഷ്ടം അവള് ഓരോ കുട്ടി പാല് മേടിക്കാം. അപ്പൊ അമ്മ ഈ പാലിന്റെ പാത്രത്തിൽ പൂച്ച തറയുന്ന കാരണം എല്ലാ പൂച്ചേനെയും അമ്മ പിടിച്ചിട്ട് അതിന്റെ തല പിടിച്ച് ഭിത്തിങ്ങിട്ട് ഒരച്ചിട്ടുണ്ട്. എല്ലാത്തിനും ചൂട്ടുമൊക്കെ തൊലി പോയിട്ട്. അതുകൊണ്ട് അമ്മ അടുക്കളയിലുണ്ടെങ്കിൽ പൂച്ച ഒരൊറ്റ അടുക്കളയിൽ കയറില്ല. എല്ലാ പൂച്ചയ്ക്കും അമ്മേനെ അന്നല്ലേ പിന്നെ എനിക്ക് മനസ്സിലായേ, വളർത്തു മൃഗങ്ങൾക്ക് പോലും അറിയാം നമ്മുടെ സ്വഭാവം. ഇപ്പൊ വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട്. എന്റെ മോൻ എന്നും പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ എനിക്കൊരു പട്ടീനെ തരണേ, പട്ടീനെ തരണേ. എന്നിട്ട് എന്നോട് വന്ന് പറയും, അച്ഛൻ ഒരു പട്ടീനെ മേടിച്ചൂടെ? ഈടാ 2 പട്ടികൾ ഇവിടെയുണ്ട്. ഞങ്ങളെ പട്ടികൾ പറയുന്നത് എടാ, നിങ്ങൾക്ക് ഭക്ഷണം തരാതെ നിങ്ങളെ പഠിപ്പിക്കാനുള്ള കാശ് പോലും എന്തെങ്കിലും ഉണ്ടാവില്ല. അതിന് വലിയ പട്ടീനെ മേടിക്കേണ്ട, നാടൻ പട്ടീനെ കാശ് വേണ്ടല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ
ഞങ്ങളുടെ ഞങ്ങളുടെ പറമ്പിന്റെ തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിൽ ഒരു പട്ടി വന്ന് പ്രസവിച്ചു. അവിടെ റബ്ബർ വെട്ടാൻ വന്ന ആൾ എന്നോട് പട്ടി ഇവിടെ പ്രസവിച്ചെടുക്കണത്. അപ്പൊ എന്റെ മുമ്പിട്ട് കേട്ടോ കണ്ടോ കേട്ടോ എന്റെ പ്രാർത്ഥന കിട്ടുവാ. അവിടെ പോയി ഒരു പട്ടിന്റെ അടുത്ത് നോടത് തീറ്റ കൊടുത്തു. നല്ല വലിയ പൊട്ടി പിടിച്ചാൽ നിൽക്കൂലി വന്നത്. അത്ര വലിയ പൊട്ടി. പക്ഷെ പട്ടിനെ അഴിച്ചിട്ടാണല്ലോ അത് എന്നെ നക്കല്, എന്റെ മോന് നക്കല്. ഭാര്യയുടെ അടുത്ത് വരില്ല, ഇങ്ങനെ വളർത്തിട്ടാണെന്നോ. ഞാൻ ഭക്ഷണം കൊടുക്കാനൊക്കെ വീട്ടിലേക്ക് എന്റെ അടുത്തേക്ക് ചെന്നാൽ അതിനെ അഴിച്ചിട്ട് എന്റെ പേടിലേക്ക് കയറല് നക്കലാണ്. ഭാര്യ വരുമ്പോ ഒരു നക്കലും ഇല്ല, ആള് മാറുന്നു. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നിയിട്ട് എങ്ങനെ ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്നു. ആട്ടി നല്ല കീറ കൊടുക്കുന്നത്. ഞാൻ ചെന്നാമതി വാലാട്ടി ഇങ്ങനെ മലർന്ന് കിടക്കണം. അപ്പൊ അതിന്റെ നെഞ്ചിൽ ഞാൻ അങ്ങനെ തടവി കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇങ്ങനെ മയങ്ങി. ഭാര്യ വരുമ്പോ കാണണം നിങ്ങൾ. അവന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി കിട്ടുന്ന ആളായിരുന്നു ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. അപ്പൊ നിങ്ങളിതൊന്നും എന്റെ ഭാര്യയെ കാണുമ്പോ പറയരുത്, എനിക്ക് BP ഉള്ള ആളാ, ഭാര്യയെ പേടി BP. അപ്പോ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറയുമ്പോ കുഞ്ഞുങ്ങളെ ആ തരത്തിൽ കൈകാര്യം ചെയ്യരുത്. കുഞ്ഞുങ്ങൾക്ക് വാത്സല്യം കൊടുക്കണം. വാത്സല്യം കുട്ടികളെ വലിയവന്മാരാക്കി മാറ്റും. അല്ലെ, കുട്ടികളുടെ മുഖം അങ്ങനെ എപ്പോഴും വാടി തളർന്നു ഇരിക്കാൻ സമ്മതിക്കരുത്. അവരെ അനുവദിക്കണം, കളിക്കാനൊക്കെ അനുവദിക്കണം. എന്തെങ്കിലും അമ്മ പറഞ്ഞോ, മനുക്കുട്ട കളിച്ചിട്ട് വാടാ, എന്താ കളിച്ചിട്ട് വാടാ, എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ കളിച്ചിട്ട് വരാൻ. കളി സ്ഥലത്ത് കയറി പോകാനെ പറഞ്ഞിട്ടുള്ളൂ. കുട്ടികൾക്ക് കളിക്കാൻ സമയം കൊടുക്കണം. കളിക്കട്ടവര് അല്ലേ, കളിക്കട്ടെ. എന്നാ സ്കൂളിൽ നിന്ന് യൂണിഫോം ഡ്രസ്സൊക്കെ ചുളിയാതെ മുഷിയാതെ വന്ന കുട്ടി ബെസ്റ്റ് കുട്ടിയും. ചിലക്ക് സോക്സ് ഊരിന്ന് വെള്ളം കിട്ടും. നീ പാടത്തേക്കാണോ പോയെ പഠിക്കാനാണോ പോയത്? അത് കളിക്കേണ്ട സമയത്ത് ശരിക്കും ആർത്തുല്ലസിച്ച് കളിച്ചിട്ടുള്ള ഈ ബ്രോയിലർ ചിക്കൻ ആക്കരുതിട്ട പിള്ളേരെ അങ്ങോട്ട് തിരിച്ചിരുത്തി അങ്ങോട്ട്, ഇങ്ങോട്ട് തിരിച്ചിരുത്തി ഇങ്ങോട്ട്. ഈ എന്തൊക്കെ ജീവികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ കുട്ടികൾക്ക്. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ചോദിച്ചോ, ഒരാൾ തലകറങ്ങി വീണെന്ന് വിചാരിക്കുക. 10ാം ക്ലാസ്സിലെ പിള്ളേരെ വേണ്ട വാ ചേട്ട പിടിക്കണം, എല്ലാവരും കൂടി പിടിച്ച് ഓട്ടോയിൽ കയറ്റി അനാശുപത്രി കൊണ്ടുപോയി. നല്ല കുട്ടപ്പന്മാരായിട്ടുള്ള കുട്ടികളില്ലേ, നോക്കണ്ട കുട്ടിയാവും തിരിഞ്ഞു നോക്കുക. നമ്മുടെ ഈ മനുഷ്യരെ ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കണ പ്രൊഡക്റ്റ് ആക്കിയല്ല മാറ്റണ്ടേ. കുട്ടികളുടെ സ്വാഭാവികമായ കഴിവുകൾ നശിച്ചു പോകുന്നുണ്ടോ? സ്നേഹിക്കാൻ, കളിക്കാൻ, ചിരിക്കാൻ, ആളുകളോട് കരുണ കാണിക്കാൻ. ആ കഴിവ് നശിപ്പിച്ചുകൊണ്ടുള്ള പഠനം നല്ലതല്ല. ആളുകളുടെ തലച്ചോറിൽ, കുട്ടികളുടെ തലച്ചോറിൽ അറിവ് മാത്രം നിറച്ച് ഒരു വികാരമില്ലാത്ത ആളുകളായിട്ട് മാറും. നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയായിട്ടുണ്ടോ? നോക്കണം, ചെന്ന് നോക്കണം. അതെ, അങ്ങനെ ഒരു വികാരമില്ലാത്ത ആളുകളായിട്ട് മാറുന്നത് കുട്ടികൾ. ഇതൊക്കെ നല്ല മിടുക്കന്മാരാണ്. എന്താ വേറെ മിടുക്കായിരിക്കുന്നു, വേറെ മിടുക്കൻ, അമ്മയുടെ കാര്യത്തിലേക്ക് പിടിച്ച് വേറെ മിടുക്കൻ. ദേ അവിടെ സുന്ദരി കുട്ടിയിരിക്കുന്നു. നല്ല നല്ല നീയും സുന്ദരിയുണ്ടോ? നീയും സുന്ദരിയാ, നീയും സുന്ദരിയാ, അതേ നീയും സുന്ദരിയാ. വേറെ പറയാറുണ്ടോ? സുന്ദരനാണ്. നല്ല വാക്കുകൾ ഞാനിപ്പോ പറയില്ല. ഈ വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? നല്ല വാക്കുകൾ. സമയം കിട്ടണ്ടേ പറയാനുണ്ട്. കിട്ടേണ്ട സമയങ്ങളൊന്നും ആക്രമണം നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ആക്രമിക്കരുത് കേട്ടോ. കുട്ടികളോട് നല്ല വാക്കുകൾ പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഭാഗത്തുണ്ടായ തെറ്റ് ഞാൻ പറയും. ഞാൻ എന്റെ കുറവുകൾ പറയണേ. 9ാം ക്ലാസ്സിലാ. അപ്പൊ അവിടെ എന്നെ എടുത്തത് ഒന്ന് എടുത്തേ. 9ാം ക്ലാസ്സിലാണെങ്കിൽ ഞാൻ എടുക്കാറുണ്ട്. ഒരു ദിവസം സമയമില്ല, ഞാൻ പോയിട്ട് വരാം. ഒരു പോകുമ്പോഴാണ് ഈ ഭക്ഷണം അവിടെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ തിരിച്ചു വന്നപ്പോ ഞാൻ പിന്നെ വെട്ടറില്ല. ഞാൻ വേണ്ട അങ്ങനെ തൊടണ്ട. കുട്ടികൾ നോക്കി, അവര് കുറച്ച് സമയം നമ്മുടെ കൂടെയുള്ളൂ അല്ലെ? കുറച്ച് സമയം. നിങ്ങൾ ഇപ്പോഴും എടുക്കാറുണ്ടോ? വടിയല്ല, വടി എപ്പോഴും എടുക്കാറുണ്ട്. വടിയെടുക്കേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത്. കുട്ടികളോട് ഇങ്ങനെ കൃത്യമായിട്ട് ഇടപെടുന്ന കാര്യം. ഞാനിപ്പോ ഈ ദിവസങ്ങളിലൊക്കെ കൊച്ചിന് ട്യൂഷൻ നടക്കുമ്പോൾ ഞാൻ കൊച്ചിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അത് വളരെ നല്ലതാണ് അമ്മമാരിയിരിക്കുന്നത്. നിങ്ങൾ ഇരിക്കാറുണ്ടോ? കുട്ടി പഠിക്കുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് ഇരിക്കാറുണ്ടോ? ചില അമ്മമാർ ശരിക്കും മാതിയോടൊന്നും കുട്ടിയുടെ അടുത്തിരിക്കും. എനിക്ക് ഒരു പാരന്റ് എന്നോട് പറഞ്ഞതാണ്. എനിക്കത് വളരെ ഇഷ്ടമായി. ഞാനത് എല്ലാവരോടും പറയിച്ചു.
എനിക്കത് എന്റെ കുഞ്ഞുനാളിൽ എന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണേ ആണ് പറയായിരുന്നു. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വിജയത്തിന്റെ മധുരം എന്നും ഞാൻ കൊടുത്തു. വിജയത്തിന്റെ മധുരം. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞ് LKG ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പഠിക്കാനുള്ള എല്ലാ വിഷയവും അവളുടെ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു. അവൾക്ക് ക്ലാസ്സിൽ ഒന്നാമത് കിട്ടി. അപ്പൊ അവൾക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ടീച്ചർ സമ്മാനം കൊടുത്തു, അസംബ്ലിയിൽ അനൗൺസ് ചെയ്തു. അപ്പൊ കുട്ടിക്ക് ആ വിജയത്തിന്റെ മധുരം ടേസ്റ്റ് ചെയ്യാൻ പറ്റി, അക്ഷരാർത്ഥത്തിലുള്ള മധുരമല്ല. അങ്ങനെ ഓരോ കാര്യത്തിലും ഞാൻ കൂടെ നിന്ന് വിജയത്തിന്റെ മധുരം അവളെ അറിയിക്കാൻ തുടങ്ങി. ഒരു 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളുടെ കൂടെ ഇരിക്കേണ്ടി വന്നില്ല. പിന്നെ എപ്പോഴും ഫസ്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? ആ കുട്ടികൾക്ക് വിജയത്തിന്റെ മധുരം അവരെ അനുഭവിപ്പിക്കാനായിട്ട് അമ്മയും അച്ഛനും ഇടപെടണം. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ തന്നെ ചിലപ്പോൾ എല്ലാവരും പഠനത്തിൽ ചിലപ്പോൾ ഒന്നാമതാക്കി പറ്റിയിട്ട് വരില്ല. അവർക്ക് ചിലപ്പോൾ ഡാൻസിന്റെ കാര്യം ഉണ്ടാവും, പല കാര്യങ്ങളും. അതിൽ വിജയത്തിന്റെ മധുരം അവരെ ടേസ്റ്റ് ചെയ്യിപ്പിക്കണം കേട്ടോ. മനസ്സിലാവില്ലേ? അവിടെ സമയം എനിക്ക് മധുരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ കാര്യം കുട്ടികൾക്ക് അനുഭവിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാലോ അവരെ വിജയിച്ച് കയറിപ്പോരും. ഇതുവരെ ഉണ്ടായാലും കുഴപ്പമില്ല, ഇതുവരത്തെ കാര്യം പോട്ടെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്ന വിജയത്തിന്റെ മധുരം ടേസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഈ കഞ്ചാവിന്റെ ആൾക്കാരൊക്കെ എന്താ ചെയ്യണേ? ഒരു പുകയിടുകാരെ പഠിപ്പിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ. ഇതുപോലെ ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. ഞാൻ സാറേ സമയം ഏകദേശമായിട്ടുള്ളൂ അല്ലേ? നിങ്ങളെന്താ പറയണേ? എന്തെങ്കിലും ആവട്ടെ എന്നല്ലേ. ഞാൻ രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ വിജയത്തിന്റെ മധുരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. അവിടെ ശ്രദ്ധിച്ചിരുന്നേ, ഇപ്പൊ കളിക്കരുത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികളെ വളർത്തുന്ന സ്ഥാപനങ്ങൾ എനിക്കൊന്ന് തൃശ്ശൂരുണ്ട്. ഈ മന്ദബുദ്ധികളായ കുട്ടികളെ സിസ്റ്റേഴ്സ് ഒക്കെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ അവിടെ ഒരുങ്ങി ചെന്നപ്പോ ഈ കാറിന്റെ പുറകിൽ വെക്കുന്ന പാവില് ടെഡി ബിയർ എന്ന് പറയുന്ന പാവിൽ അതൊക്കെ അവരുണ്ടാക്കുന്നു മന്ദബുദ്ധികളായ കുട്ടികൾ. അപ്പൊ ഞാൻ അവിടെ ചെന്ന സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, ഇതെങ്ങനെ ഇവരുണ്ടാക്കുന്നത്? അവരെ ഞങ്ങൾ പരിശീലിപ്പിച്ചു. ആ ടെഡി ബിയറിനെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ മന്ദബുദ്ധിയ, എനിക്കറിയില്ല, നിങ്ങൾക്കറിയോ? ആ കുട്ടികളെ സിസ്റ്റേഴ്സ് പരിശീലിപ്പിച്ചേക്കാം. എനിക്കറിഞ്ഞൂടാ, അത് ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അവരെ കൊണ്ട് ചെറിയ മെഴുകുതിരിയൊക്കെ ഉണ്ടാക്കിക്കുന്നു, അവരെ കൊണ്ട് ചെയ്യിക്കുന്ന. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോ സിസ്റ്റർ ലിറ്റി നടത്തുന്ന സ്ഥാപനം ഇവരെങ്ങനെയും മന്ദബുദ്ധികളെ വളർത്തണമെന്ന് അറിയാൻ ചെന്നപ്പോ അവിടെ 100 200 പേരോളം ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒട്ടും ദുർഗന്ധമില്ല. ഇപ്പൊ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കിടപ്പ് രോഗിയെ കിടന്നാൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ ആ മുറി കയറുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ അവിടെ എയർ പ്രഷറോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ ശരിയാക്കി എടുക്കരുത്. പക്ഷെ അവിടെ ഈ 100 ചില്ലാ കുട്ടികൾ ഉണ്ടായിട്ട് അവിടെ ഒരു ദുർഗന്ധമില്ല. ഇവരൊക്കെ മൂത്രം ഒഴിക്കും. ടോയ്ലറ്റിൽ പോകാൻ ചിലക്ക് പറ്റൂല, അവർക്ക് ബുദ്ധി വളർച്ചയില്ലല്ലോ. പക്ഷെ അവിടെ ഒന്നും ഒരു ദുർഗന്ധമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല, ഞങ്ങളുടെ കാറ് വന്ന് അവിടെ നിന്നപ്പോ 2 പെൺകുട്ടികൾ ആ മുറ്റത്തുനിന്ന് കളിക്കുകയായിരുന്നു. അവർ ഓടി ഈ മുറിയിലേക്ക് കയറി പോവാ. മുറിയിലേക്ക് കയറിപ്പോകുമ്പോൾ ഒരു ചെരുപ്പ് ഇങ്ങനെ ഊരിയിടാം, കാലിൽ ചെരുപ്പില്ല. ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ അവർ പരിശീലിപ്പിച്ചിട്ട് അന്ന് ആ ചെരുപ്പിട്ട് മുറിയിൽ പോരുന്നു. അപ്പൊ അവര് ചെരുപ്പ് ഊരിയിരുന്നോളം കാണിച്ചിട്ട് അകത്തേക്ക് പോവാം. അപ്പൊ മന്ദബുദ്ധികളായ കുട്ടികളെ ഇത്രയ്ക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ബാക്കിയുള്ള നിങ്ങൾക്ക് ഞാൻ പറയാം, പരിശീലനം കൊടുത്താലാട്ടോ ശരിയാവുള്ളൂ. കാട്ടിൽ വളരുന്ന ചെടി പോലെ കുട്ടികൾ വളരാൻ പാടില്ല. കാട്ടിൽ ചെടികൾ തന്നെ വളർന്നോളും, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു തിരിഞ്ഞൊക്കെ വളരും. നമ്മൾ മുറ്റത്ത് നിൽക്കുന്ന ചെടിക്ക് വെള്ളവും വളവും ഒക്കെ ഇട്ട് അതിന്റെ കളകളൊക്കെ പറിച്ചു കളഞ്ഞ് അതിനെ വളർത്തിയാലുണ്ടല്ലോ അത് നല്ല ചെടിയായിട്ട് മാറും. കുട്ടികൾ കാട്ടുചെടികൾ പോലെ വളരാൻ പാടില്ല. അവര് നമ്മുടെ പരിപാലയിൽ തന്നെ വളരണം. ഒപ്പം അതിനോടൊപ്പം നല്ല വിദ്യാഭ്യാസം കൂടി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കഥയില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം മാത്രമായിരിക്കും. എനിക്കറിയാം, ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് നേരിട്ടൊരു കുട്ടിയെ കുറിച്ച് അറിയാം. അവന് ഫസ്റ്റ് മാത്രം അറിയുള്ളൂ, ഒരാളെ സ്നേഹിക്കാൻ അറിയില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. അവന്റെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് ഫസ്റ്റ് ആക്കാറില്ല. എല്ലാ പുതികാലം കിട്ടിയാലും ആളെ ഫസ്റ്റ് ഉണ്ട്. പരിശീലനം നല്ലതാണോ നിങ്ങൾ പറഞ്ഞ്? ഒരിക്കലും ഈ കുട്ടിയേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയിട്ട് ഒരു മാർക്ക് കണ്ട് വേറെ കുട്ടിക്ക് കിട്ടിയിട്ട് അവന്റെ ആൻസർ ഷീറ്റ് മേടിച്ച് ഇപ്പൊ നോക്കാം എവിടെ. അപ്പൊ ഇത് ടെൻഷനാണെന്നവന്. തന്നെക്കാൾ ഒരു മാർക്ക് മറ്റവന് കൂടുതൽ കിട്ടിയിട്ട് പിന്നെ ആ സ്വസ്ഥത.
ഏറ്റവും പുറകിലിരിക്കുന്ന കുട്ടികൾക്ക് ഒരു അസ്വസ്ഥത തോന്നില്ല. നമ്മള് അസ്വസ്ഥപ്പെടുന്ന കാര്യം ഞാൻ അതെല്ലാം പറഞ്ഞ് ഒരു മത്സരബുദ്ധി നല്ലതാണ്. പക്ഷെ ഈ കുട്ടിക്ക് എല്ലായ്പ്പോഴും ഫസ്റ്റ് നേടുന്ന കുട്ടി, പാട്ടൊക്കെ നന്നായിട്ട് പാടുന്നതാണ് കുട്ടി. പക്ഷെ വേറെ കുട്ടിക്ക് ഫസ്റ്റ് ആയിട്ട് കൂടി കാണാൻ കഴിയണില്ല. അത് ഇങ്ങനെ ഒരു കുട്ടിക്ക് പരാജയം ഉണ്ടായാലോ, ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം അനുഭവിച്ചാലോ ഒരു ബാലൻസ്ഡ് ആവില്ല. വിജയത്തിന്റെ മധുരം മാത്രമല്ല, പരാജയത്തിന്റെ കയ്പും അനുഭവിക്കണം. മനസ്സിലാവില്ലേ? തിരിച്ചടികൾ ഉണ്ടാവേ, ആ തിരിച്ചടികളും അനുഭവിക്കണം. സ്പോർട്സിൽ പങ്കെടുത്തു, തോറ്റോട്ടതിനെന്താ ഞാനെ കുട്ടികൾ തോറ്റോട്ടണ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓട്ട മത്സരത്തിന് പോയിട്ട് മെഴുതിരി കത്തിരിച്ച് ഓടണം. മെഴുതിരി കെടാൻ പാടില്ല, തിരിച്ചു വിടണം. അവിടെ മെഴുതിരി കൂടി കാണാനില്ലേ? എന്റെ മെഴുതിരി അവിടെ പോയിട്ട് ഇവിടെ തിരിച്ചു വിടണം. മെഴുതിരി ഞാൻ അവസാനം നടന്നു തോന്നുന്നു. ഞാൻ ഇന്നും ആ മത്സരം പറഞ്ഞിട്ടില്ല. മെഴുതിരി കിടരുന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ വിട്ടുപോയി. അവിടെ മെഴുതിരി കിട്ടും. എല്ലാവരും മെഴുതിരി കത്തിരിക്കുന്നത് കെട്ടുപോയി. ഞാൻ അന്ന് വിജയം വരിച്ച ധാരാളം ആളുകൾ അറിയാം. അത് വിജയം വരിച്ച പല ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കണില്ല എന്നുള്ളതാണ് എനിക്ക് സങ്കടം. എന്റെ കൂടെ പഠിച്ച അശോകൻ മദ്യപിച്ച് ലിവറോസിസ് മരിച്ചു. നിങ്ങളുടെ അംബീഷൻ എഴുതാൻ 9ാം ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അശോകൻ എഴുതി എനിക്ക് ഡോക്ടറാവണം. അവന് അതിനോട് അഭ്യർത്ഥനയുണ്ടായിരുന്നു. പക്ഷെ അശോകൻ മദ്യപാനിയായിട്ട് മാറി. അവൻ അവസാനിച്ചു പോയി. എത്ര പെൺകുട്ടികളാ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രേമിച്ച് ഒളിച്ചോടിപ്പോയി. സുരഭി, സുപ്രഭ, ആനി 3 പേരെ പോയി. ഞങ്ങൾ പാട്ടുണ്ടാക്കി. സുരഭിയിലെ സുന്ദരമേനി, സുപ്രഭ, ആനി 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 പാട്ടുണ്ടാക്കിയതാ. അവരുടെ പിള്ളേരെ കല്യാണം കഴിഞ്ഞപ്പോ പിള്ളേരെ. അപ്പൊ എന്റെ ഭാര്യ പറയും, നിങ്ങൾക്ക് കളവനായില്ലേ? എടി ഞാൻ കളവനായതല്ല. 15 കൊല്ലം 15 വയസ്സിൽ 14 വയസ്സിൽ അവർ ഓടിപ്പോയിട്ട് പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കുട്ടികൾ പെടാതെ ആ സ്വഭാവ രൂപീകരണത്തിന്റെ കാര്യത്തിൽ അച്ഛനമ്മയും ശ്രദ്ധിക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ വിജയത്തിന്റെ മധുരം ഉണ്ടാക്കി കൊടുത്തോളൂ കുട്ടികൾക്ക്, നല്ലത് തന്നെ. പക്ഷെ പരാജയത്തിന്റെ കയ്പ് ഉണ്ടാവുമ്പോൾ അവർ പതറാൻ പാടില്ല. പരാജയങ്ങൾ ഉണ്ടാവും. ഉദാഹരണം പറയാം. ഒരു പെൺകുഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് സാറേ എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ ഞങ്ങളുടെ വീട് വിറ്റു. അപ്പച്ചന് ഇങ്ങനെ കടം വന്ന് വീട് വിറ്റു. അങ്ങനെ ഞാനിങ്ങനെ ആ വീടിന്റെ ഞങ്ങളുടെ വിറ്റ വീടിന്റെ മുമ്പിൽ കൂടെ വരുമ്പോൾ ഞാൻ കാണും. ഞാൻ നട്ടുപിടിപ്പിച്ച എന്റെ ചെടികൾ ഞാൻ കാണും. ഞാൻ കിടന്നുറങ്ങി എന്റെ മുറിയിൽ കാണും. ഈ സങ്കടം അത് കാണുമോ? ഞങ്ങളിപ്പോ വാടകയ്ക്ക് താമസിക്കണം. ഇപ്പൊ കണ്ടോ അവൾക്ക് ഉണ്ടാവണ ആ വിഷമത കണ്ടോ? അവളുടെ മുറി. ഈ മനസ്സിലാവുണ്ട് ആ കുട്ടിയുടെ വികാരം. അപ്പൊ അതും അതിജീവിക്കാൻ കുട്ടി പഠിക്കണം. ഞാൻ പറഞ്ഞത് എത്ര നല്ല വീടാണെങ്കിലും കുട്ടി നമുക്കൊരു വൈകാരിക അടുപ്പുണ്ടാവും. എത്ര നാളുണ്ട് ഒരു വീട് എത്ര നല്ലോണം പണിതാലും 100 കൊല്ലം കഴിയുമ്പോൾ കാലിട്ടിട്ട് കൊണ്ടുപോകും. ഇതൊന്നുമില്ല പ്രധാനപ്പെട്ടത്. കൊച്ചു പഠിച്ച് ഒരു നല്ല ജോലി നോക്കി അതിനേക്കാൾ വലിയ വീടുണ്ടാക്കാൻ പറ്റും. ഇതെന്ത് ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ്. പറ ബാക്കി പറ. കണ്ടോ? ഇത് സിനിമയിലുള്ള എന്തിനാ? നമുക്ക് ചില കാര്യങ്ങളൊക്കെ പഠിക്കാനാ. അതൊന്നും കാര്യമാക്കണ്ട, വീട്ടിൽ പോട്ടത്. അപ്പൊ അത് കുഴപ്പമില്ലല്ലേ സാറേ? ആദ്യം നിന്ന് കുഞ്ഞെ ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ അതിലൊന്നും മനസ്സിലാക്കിയത്. പപ്പ മനഃപൂർവ്വം കാണുന്നതല്ലോ. അല്ല, പപ്പ ബിസിനസ് നടത്തിയിട്ട് ഒരാറ്റിപ്പെട്ടതാ. സാറില്ല, കൊച്ചു അതിലേക്ക് നോക്കി അറിയണ്ട. നീ പെട്ടെന്ന് കാര്യത്തിൽ ശ്രദ്ധിച്ച് അതിനേക്കാൾ വലിയത് മേടിച്ച് പപ്പയ്ക്ക് കൊടുക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു പപ്പ എന്നോട് പറഞ്ഞ, എന്റെ മോൻ ജോലി കിട്ടിയിട്ട് സാറേ 5 ലക്ഷം മാസം അവൾക്ക് സാലറി. ഈ പപ്പ എന്നോട് പറയാ, ഞാനവിടെ പഠിപ്പിച്ചു കൊണ്ടുവന്നു. അവള് തന്നെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് മാസം 5 ലക്ഷം സാലറി. പിന്നെ ഞാൻ അവളോട് കാശൊന്നും ചോദിക്കാറില്ല. അയാളുടെ ഉള്ളിലുള്ള അഭിമാനം കണ്ട ഞാൻ പൈസ ഒന്നും ചോദിക്കാറില്ല. അവളെ ചോദിച്ച ഇഷ്ടം പോലെ എനിക്ക് തരും. പക്ഷെ ആള് കുട്ടിക്ക് എന്ത് കൊടുത്തു? വിദ്യാഭ്യാസം കൊടുത്തോളൂ. വിദ്യാഭ്യാസം ചിറകുകളാണ്. കുട്ടിക്ക് പറന്നുയരാനുള്ള ചിറക്. നമുക്ക് ചിറക് കൊടുക്കാം. ചിറകും വേരുകളും ചിറകുകളും കുട്ടികൾക്ക് കൊടുക്കുക. We give our children roots and wings എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് വേരുകളും ചിറകുകളും നൽകണം. വേര് എന്ന് പറയുന്നത് അവർക്കൊരു ഷെൽട്ടർ. നമ്മുടെ വീടില്ലേ, നമ്മുടെ അച്ഛനമ്മയൊക്കെ ഇല്ലേ, അതാണ് അവരുടെ പേര്. അവർക്ക് ചിറകുകൾ, അവരുടെ വിദ്യാഭ്യാസം. ചിറക് കൊടുത്താൽ മതി, പിന്നെ പറഞ്ഞോളും. മനസ്സിലാവില്ലേ? ചിറകിന് വെട്ടുവത്തി കൊണ്ട് നടക്കുക, ചിറക് അരിയാനായിട്ട്. ചിറക് അരിക്കരുത്, കരിക്കരുത്. പിന്നെയോ നല്ല വിദ്യാഭ്യാസം. 12ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ലൊരു പ്രൊഫഷണൽ കോഴ്സോ അവർക്ക് അഭിരുചിയുള്ളത് തിരഞ്ഞെടുത്ത് കൊടുത്തുവെങ്കിൽ പിന്നെ ചിറകായി മാറി പിന്നെ നമുക്കൊന്നുമില്ല. നമുക്ക് വണ്ടി സൈഡിലിരിക്കാം. പറയുന്നത് മനസ്സിലായില്ലേ? നമുക്കിനി പിന്നെ നിങ്ങളുടെ കെട്ടിയവരൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുക. ചിറക് വന്നവർ പറഞ്ഞു പോയി, ഇടയ്ക്കൊക്കെ അവരുടെ ചിറകുമ്പോൾ കയറി പോവാം. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ. ഇനി അതോടൊപ്പം തന്നെ ഇപ്പൊ എത്രയും സമയം 1
എൻ്റെ വാച്ച് ഞാനിപ്പോൾ രാവിലെ ചാർജ് ചെയ്തപ്പോൾ സമയം തെറ്റിക്കിടത് എത്ര 11:30. ആ അപ്പോൾ ഏകദേശം ആയിട്ടില്ലേ ടീച്ചേഴ്സ്? സമയം ഏകദേശം ആയിട്ടില്ല. ഇത് വല്ലതും പ്രയോജനപ്പെടണ്ടോ പറയുന്നത്? ഇത് പറയുന്നൊക്കെ പ്രയോജനപ്പെടണ്ടോ? എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഒരു കണക്കില്ലല്ലോ. ചിലതങ്ങനെയാ, വലിയ പാറമടയിൽ ചില വെടികൊട്ടുമ്പോൾ ചെറിയ അനക്കുണ്ടാവണം. മട്ടം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടാവും, പാറ പൊട്ടിയിട്ടുണ്ടാവും. അവരുടെ ഉള്ളിൽ ഒരു പറഞ്ഞ പൊട്ടും പാറ പൊട്ടിയിട്ടൊക്കെ അതിൻ്റെ കാര്യം ചില എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കുടുംബം ഏറ്റവും സെറ്റപ്പായിട്ട് മാറട്ടെ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പതിയെ എന്തെങ്കിലും വ്യത്യാസം വന്നു. അപ്പൊ ഞാൻ ഈ കുട്ടികളുടെ കൂടെ എപ്പോഴും ഇരിക്കുന്ന കാര്യം, ഞാൻ കുഞ്ഞുങ്ങളോട് കൂടെ അവർ പഠിക്കാൻ സമയത്ത് ഇരിക്കണം കേട്ടോ. ഞങ്ങൾ ഇരിക്കാത്ത ആളുകളാണ്. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി നേരത്തെ തന്നെ പോയി നേരത്തെ ഭക്ഷണം ഒരുക്കി വെക്കണം. നേരത്തെ ഒരു ഉച്ചയ്ക്ക് കുറച്ചു നേരം കിടന്നാൽ ചിലത് കിടന്നപ്പോഴത്തെ പിടിവിട്ടു. വയനാട് ചുരം കയറുന്ന പോലെ 6 മണി വരെയൊക്കെ കിടക്കാൻ പാടില്ല. കുട്ടി വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. കടയിൽ എന്തെങ്കിലും ഈ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കല്ലേ ഈ സാധനം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ന്യൂഡിൽസ് കൊടുക്കാതിരിക്കുക. എളുപ്പമാണല്ലോ. അത് എവിടെയെങ്കിലും ചൂടാക്കി കൊടുത്താൽ മതി. അത് വൈറ്റിക്ക് പോകാനും പ്രയാസം, വൈറ്റിൽ നിന്ന് പോകാനും പ്രയാസം. എന്തെങ്കിലും നല്ലത് നോക്കണേട്ടാ, അവരൊക്കെ നോക്കണം. വീട്ടിൽ ചെന്ന് അമ്മ ക്ലാസ് ഒന്നും കേട്ടില്ലല്ലേ കുട്ടികൾക്ക്. അപ്പൊ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കണം. ഇനി സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ കുട്ടിയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റും വൈകിട്ട്. അല്ലെങ്കിൽ ആ സമയത്ത് കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാനും കുളിക്കാനും ഇതിനൊക്കെ പോയാലോ കുട്ടിയുടെ കൂടി ഇരിക്കണം. അതിന്റെ സമയം കണ്ടതിന് കുറച്ചു നേരം അവരുടെ കൂടി ഇരിക്കണം കേട്ടോ. അപ്പൊ ഇവർ പഠിക്കണ്ടോ പഠിക്കണില്ലേ എന്നൊക്കെ അറിയാൻ പറ്റും. നീ എത്രല്ല? അമ്മ ഇരിക്കാറുണ്ടോ? ആ അമ്മ കൂടി ഇരിക്കാറുണ്ടോ? കുറച്ചു നേരമൊക്കെ ഇരിക്കാറുണ്ട് അല്ലേ? അച്ഛൻ ഇരിക്കാറുണ്ടോ? രണ്ടാളിരിക്കും. എടുക്കണേ വരുന്നോ? രണ്ടാളിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന നല്ലതായിരിക്കും കേട്ടോ. അതിന് നിങ്ങളെ ഈശ്വരൻ സഹായിക്കട്ടെ. നല്ല സ്വഭാവശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ മക്കളെയൊക്കെ ഓർക്കാം. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവാം. നല്ല ഭാവി എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവരും കുറച്ച് സമയം 1 മണിക്കൂറോളം ആസ്വദിച്ചില്ലേ ക്ലാസ്സൊക്കെ? എല്ലാവരും ആസ്വദിച്ചു? ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഇൻസൈറ്റ് കിട്ടി കാണുമായിരിക്കല്ലേ? ഒരു കാഴ്ച നമ്മൾ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ നമ്മളിൽ എന്താ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതലാണോ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രതീക്ഷയാണോ നമ്മളുടേത്, കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ നിങ്ങളുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്.